വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരി ഓം. നമോ നാരായണായ. കുന്തി സ്തുതിയിലെ ചില പ്രസക്ത ഭാഗങ്ങളാണ് നമ്മൾ ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു സ്തുതിയിലൂടെ എങ്ങനെയാണ് തത്വജ്ഞാനം ഭാഗവതം നമ്മെ ബോധിപ്പിക്കുന്നത് എന്നത് മനസ്സിലാക്കാനുള്ള ഒരു ഉദാഹരണം എന്ന രീതിയിലാണ് ഈ സ്തുതി ഇവിടെ സ്വീകരിച്ചത്. ഈ സ്തുതിയിൽ പറയുന്ന പ്രകാരം ഭാഗവതത്തിലുള്ള എല്ലാ സ്തുതികളിലും തത്വബോധനത്തിൻ്റെ ഒരു പ്രകരണം പോലെ തന്നെ, ഇപ്പം നമ്മൾ തത്വബോധ പ്രകരണം, വേദാന്ത പ്രകരണം എന്നൊക്കെ പറയുന്നത് പോലെ ഈ ഓരോരോ സ്ഥിതികളും ഓരോരോ പ്രകരണങ്ങളാണ്. ഇവിടെ നാം കണ്ടതെന്താണ്? ഭഗവാന്റെ നിരാകാര രൂപമായ ബ്രഹ്മതത്വത്തിൻ്റെ സ്വരൂപം പറഞ്ഞ് കുന്തി തുടങ്ങുകയും എന്നിട്ട് ഭഗവാൻ ചെയ്ത ലീലകൾ, പാണ്ഡവരെ രക്ഷിച്ചത്, പാണ്ഡവകുലത്തെ രക്ഷിച്ചത്, ഭഗവാന്റെ സ്ഥിതിയെക്കുറിച്ച് പറയുന്നു. ആ ഭഗവാന്റെ ലീലകൾ എങ്ങനെയാണ് കുന്തി ദേവിക്ക് കാണാൻ കഴിയുന്നത്, അതിൽ നിന്ന് അവർക്കുണ്ടായ ഭക്തിയുടെ സ്വരൂപം, അതാണ് കുന്തി ഇവിടെ പ്രകടിപ്പിക്കുന്നത്. അപ്പം ആ ജ്ഞാനവും ഭക്തിയും സമർപ്പണവും ചേർത്ത സുന്ദരമായ വാക്യങ്ങളാണ് കുന്തിദേവിയുടെ ഈ സ്തുതിയിലുള്ളത്. ഭഗവാന്റെ ജന്മത്തെക്കുറിച്ചും കർമ്മത്തെക്കുറിച്ചും ചിന്തിക്കുമ്പോൾ പലതരത്തിലുള്ള വൈരുദ്ധ്യങ്ങൾ, പലതരത്തിലുള്ള വിവാദങ്ങളൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എങ്ങനെ ഇതൊക്കെ സാധ്യമാകുന്നു? അപ്പം അതുകൊണ്ട് മഹാഭാരതത്തിലും ഇത് സംബന്ധിച്ച് വിശേഷ സൂചനയുണ്ട്. ഭഗവാന്റെ ജന്മകർമ്മങ്ങളെ ചൊല്ലി ആരെങ്കിലും വിവാദം ചെയ്യുന്നുവെങ്കിൽ അവരെ മഹാപാപികളാണ്, മഹാമൂഢന്മാരാണ്, അന്ധന്മാരാണെന്ന്. അവരെ ത്യജിക്കണമെന്ന് മാത്രമല്ല മഹാഭാരതം പറയുന്നത്, അത്തരം വ്യക്തികളെ കണ്ടാൽ സചേലം കുളിക്കണമെന്നാണ്, സചേല സ്നാനം ചെയ്യാൻ പറയുന്നുണ്ട്. അത്ര അശുദ്ധമാണെന്നാ അങ്ങനെ സംസാരിക്കുന്ന ആൾക്കാരെ കണ്ടാൽ തന്നെ. ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം അതുകൊണ്ട് ഭഗവാന്റെ സ്വരൂപത്തെ അല്പമെങ്കിലും നാം മനസ്സിലാക്കിയാൽ, ആ സത്യത്തെ മനസ്സിലാക്കിയാൽ കുന്തിദേവിയുടെ ഈ വചനങ്ങൾ, അതിൻ്റെ ആഴം, അതിൻ്റെ സ്വരൂപം നമുക്ക് മനസ്സിലാകും. ഇപ്പോൾ ഒരു സ്തുതി പറയുമ്പോൾ ആ സ്തുതിയിലുണ്ടാകേണ്ട ചില ലക്ഷണങ്ങളുണ്ട്. സ്തുതിയിൽ ഭഗവാന്റെ ചരിത്രമുണ്ടാകണം, രൂപവർണ്ണന ഉണ്ടാകണം, ഭഗവാന്റെ അനുഗ്രഹങ്ങളെക്കുറിച്ചുള്ള വർണ്ണന ഉണ്ടാകണം, വിഭൂതികളെക്കുറിച്ചുള്ള സൂചന ഉണ്ടാകണം. അത് കേൾക്കുന്നവർക്ക് ഭഗവാനോട് ആകർഷണം തോന്നണം. ഇങ്ങനെയൊക്കെയുള്ള ചില ലക്ഷണങ്ങൾ സ്തുതികളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ആ ലക്ഷണങ്ങളൊക്കെ ഈ സ്തുതിയിൽ ചേർത്തിരിക്കുന്നു. അതുകൊണ്ടാണ് ഭഗവാന്റെ ലീലകളുടെ വർണ്ണനവുമൊക്കെ ഇവിടെ പറഞ്ഞു കേൾപ്പിക്കുന്നത് കുന്തി.
അങ്ങനെ നിരന്തരം ശ്രവണ മനനങ്ങൾ ചെയ്യാൻ, ആ ശ്രവണ മനനങ്ങളിലൂടെ ഭഗവത് ആരാധനയെ നിലനിർത്താൻ, ആരാധനയുടെ ഒരു തുടർച്ച നിലനിർത്താൻ ഈ സ്തുതികളും സ്തുതികളുടെ അർത്ഥവിചാരവും നമ്മെ സഹായിക്കും. കേവേ വയം നാമരൂപാഭ്യാം യദുഭിഃ സഹ പാണ്ഡവാഃ ഭവതോ ദർശനം യർഹി ഋഷീകാണാമവീക്ഷിതുഃ നേയം ശോഭിഷ്യത്തെ തത്ര യഥേദാനിം ഗദാധര ത്വത്പദൈരംഗിതാ ഭാതി സ്വലക്ഷണ വിലക്ഷണൈഃ. അല്ലയോ ഭഗവൻ, അങ്ങയുടെ അനുഗ്രഹമില്ലാതിരുന്നുവെങ്കിൽ നമ്മുടെയൊക്കെ അസ്തിത്വം എന്താകുമായിരുന്നു? ജീവരൂപത്തിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഈ ശരീരത്തിൽ ജീവാത്മാവില്ലെങ്കിൽ, പ്രാണനില്ലെങ്കിൽ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾക്കും മറ്റുമൊക്കെ എന്താണ് ചെയ്യാൻ സാധിക്കുക? ശരീരത്തിൽ പ്രാണനില്ല എങ്കിൽ അത് മൃതശരീരമാണ്. മൃതശരീരത്തിന് ചേഷ്ടകളില്ല, പ്രവൃത്തിയില്ല. അതുപോലെ അങ്ങയുടെ സാന്നിധ്യമില്ല എങ്കിൽ, ഇല്ലായിരുന്നുവെങ്കിൽ നമ്മുടെ ജീവിതമേ ഇല്ലാതിരുന്നേനെ. ഓരോ കാര്യത്തിലും നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ജീവിതത്തെ ചേർത്ത് വേണം ചിന്തിക്കാനായിട്ട്. അങ്ങനെ ചിന്തിച്ചാലേ അതിൻ്റെ യാഥാർത്ഥ്യം നമുക്ക് മനസ്സിലാവും. അങ്ങനെയാണ് കുന്തി ഇവിടെ ചിന്തിക്കുന്നത്. ഒരു ഗൃഹസ്ഥയായ അമ്മ തൻ്റെ മക്കളുടെ കഷ്ടതകളും മറ്റുമൊക്കെ ജീവിതം മുഴുവൻ കണ്ട് അതിലൊക്കെ മനം നൊന്തിരിക്കുന്ന ഒരവസ്ഥയിൽ ഭഗവത് അനുഗ്രഹത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് എങ്ങനെയാണ്, അതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ ശരീരത്തിൽ പ്രാണനില്ലെങ്കിൽ ശരീരം മൃതമായി പോകും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഭഗവാന്റെ സാന്നിധ്യമില്ലെങ്കിൽ നമ്മുടെ ജീവിതമേ അല്ല. അതുകൊണ്ട് അല്ലയോ ഗദാധര, താങ്കളുടെ ഈ വിലക്ഷണമായിട്ടുള്ള ചേഷ്ടകളുണ്ടല്ലോ, ലീലകൾ, അതൊക്കെ അത്യദ്ഭുതങ്ങളാണ്. അങ്ങയുടെ ചരണകമലങ്ങളെ സ്മരിച്ചുകൊണ്ടാണ് നമുക്ക് ഇതൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്, ജീവിതത്തിലെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്നത്. ഇമേ ജനപദാസ് സുവൃദ്ധ സുപക്വൗഷധിവിരുധയ വനാദ്രിനദ്യുദ്വന്തോ ഹേധന്തേ തവ വീക്ഷിതൈഃ അധ വിശ്വേശ വിശ്വാത്മൻ വിശ്വമൂർത്തേ സ്വകേഷു മേ സ്നേഹപാശമിമം ഛിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. പിന്നെ അവസാനം പറയുന്നത്, അങ്ങ് വിശ്വാത്മാവാണ്. അങ്ങയുടെ രൂപത്തിൽ, അങ്ങയുടെ ശക്തി കൊണ്ടാണ്, അങ്ങയുടെ പ്രഭാവം കൊണ്ടാണ്, ആ പ്രഭുത്വം കൊണ്ടാണ് ഈ വൃക്ഷങ്ങളും ലതകളും പർവ്വതങ്ങളും നദികളും സമുദ്രങ്ങളും ഒക്കെ വൃദ്ധിയെ പ്രാപിക്കുന്നത്, വളർന്നുകൊണ്ടിരിക്കുന്നത്. അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം എന്നൊരു ചൊല്ലുണ്ട്. ആരാലും രക്ഷിക്കപ്പെടാത്തത് ഈശ്വരനാൽ രക്ഷിക്കപ്പെടും. അപ്പോൾ നമ്മളൊന്നും പരിപോഷിപ്പിക്കാത്ത ഈ വനവനാന്തരങ്ങളിൽ എത്രയൊക്കെ വൃക്ഷങ്ങളാണ് ഉണ്ടാവില്ല, എന്താ തരത്തിലുള്ള വൃക്ഷങ്ങൾ, ജീവികൾ. അതിനെയൊക്കെ ആര് പരിപോഷിപ്പിക്കുന്നു? അതിനൊക്കെ ആര് ജലസേചനം ചെയ്യുന്നു? അരക്ഷിതം തിഷ്ഠതി ദൈവരക്ഷിതം. ആരും രക്ഷിക്കാത്തതിനെ ഈശ്വരൻ രക്ഷിക്കും. സുരക്ഷിതം ദൈവഹതം വിനശ്യതി. നമ്മൾ വളരെ സുരക്ഷിതമായിട്ട് വച്ചാലും ദൈവഹതമാണെങ്കിൽ, കർമ്മമില്ലെങ്കിൽ, അതിന് ജീവിക്കാനുള്ള പ്രാരബ്ധമില്ലെങ്കിൽ അത് നശിച്ചു പോക തന്നെ ചെയ്യും. അപ്പം അതിവിടെ ഓർക്കുകയാണ്. ഈ വനവനാന്തരങ്ങളിലുള്ള ജീവജാലങ്ങളൊക്കെ, അതുപോലെ സമുദ്രത്തിലുള്ള ജീവജാലങ്ങൾ,
ഇവയൊക്കെ വൃദ്ധിയെ പ്രാപിക്കുന്നത്, ഇതൊക്കെ വളരുന്നത് ആര് വളർത്തിയിട്ടാണ്? അത് നീ തന്നെയാണ് ഇതെല്ലാം ചെയ്യുന്നത്. ആ എല്ലാത്തിനെയും വളർത്തുന്ന ഈശ്വരൻ തന്നെയാണ് നമ്മളെയും വളർത്തുന്നത്. നമ്മളെയും പോഷിപ്പിക്കുന്നത് ആ ഈശ്വരൻ തന്നെയാണ്. പിന്നെ ഇതൊക്കെ നമ്മൾ ചെയ്യുന്നു, നമ്മൾ കുട്ടികളെ വളർത്തുന്നു, നമ്മൾ നാട്ടുകാരെ സേവിക്കുന്നു, സഹായിക്കുന്നു എന്നൊക്കെ നമ്മുടെ കർമ്മമായിട്ട് അനുഷ്ഠിക്കാം. അത് ഇപ്പോൾ ഏകാദശ അധ്യായത്തിൽ ശ്രീമദ് ഭഗവത്ഗീതയിൽ ഭഗവാൻ അർജുനന് കാണിച്ചു കൊടുത്തത് എന്താണ്? ഞാൻ എല്ലാവരെയും നേരത്തെ തന്നെ ഹനിച്ചു കഴിഞ്ഞു. ഹതാഹ, ഇവരെല്ലാം മരിച്ചവരാണ്, പ്രേതങ്ങളെ മാതിരി ഇങ്ങനെ നിൽക്കുകയാണ്. ഇനി നിനക്ക് ചെയ്യാനുള്ളത് എന്താണ്? ഹനിക്കപ്പെട്ടവരെ വീണ്ടും ഹനിക്കുക. അതായത് കർമ്മം കൊണ്ട് അവരെല്ലാം തീർന്നു കഴിഞ്ഞു, അവരുടെ എല്ലാം ടിക്കറ്റ് തയ്യാറാണ്, അവർ പോകാൻ തയ്യാറാണ്. അപ്പോൾ നീ ഇനി ചെയ്യേണ്ടത് അവരെ ഒന്ന് യാത്ര അയക്കുക, അത്രയേ വേണ്ടു. അങ്ങനെ യാത്ര അയച്ചാൽ നിനക്ക് ആ ശ്രേയസ് കിട്ടും. നിന്റെ കർമ്മം, നിന്റെ കർത്തവ്യം, ക്ഷാത്രധർമ്മം നീ പ്രവർത്തിച്ചതായിട്ട് കാണാൻ കഴിയും ലോകത്തിന്. അതിൻ്റെ ഫലമായിട്ട് സ്വകർമ്മം ചെയ്തു എന്നുള്ളതിൻ്റെ ഫലമായിട്ട് നിനക്ക് അന്ധക്കരണ ശുദ്ധിയും മോക്ഷവും ഉണ്ടാകും. അപ്പം നേരത്തെ തന്നെ അവർ തയ്യാറാണെന്ന് ഭഗവാൻ നേരിട്ട് പറയുന്നുണ്ട്. ആ രഹസ്യം തന്നെ അർജുനനോട് നേരിട്ട് ഭഗവാൻ പറയുന്നുണ്ട്. അതാണ് സത്യം. അതുപോലെ നമ്മളെല്ലാം വളർത്തുന്നു, നാമാണ് ഇതെല്ലാം ചെയ്യുന്നത് എന്ന് നമുക്ക് തോന്നുന്നു. വാസ്തവത്തിൽ എല്ലാം ചെയ്യുന്നത് ആ പരാശക്തിയാണ്, പരമമായ ആ സച്ചിദാനന്ദ സ്വരൂപനായിട്ടുള്ള സർവവ്യാപിയായിട്ടുള്ള പരമാത്മാവ് തന്നെയാണ്. നമ്മളിതിനു മുമ്പ് ചിന്തിച്ചുവല്ലോ, നമ്മുടെ ശരീരത്തിൽ പോലും എന്താ സംഭവിക്കുന്നത്, എന്താ പരിവർത്തനം നടക്കുന്നത്, ഭക്ഷണം കഴിച്ചാൽ അതെങ്ങനെയാണ് ശക്തിയായി മാറുന്നത്, ശരീരത്തിൽ നമ്മുടെ ജീവിതം മുഴുവൻ കൊണ്ട് നടക്കുന്ന ശരീരത്തിലെ പോലും ഒരു കാര്യം നമുക്ക് അറിയില്ല, ചെയ്യാൻ അറിയില്ല. അതൊന്നും നമ്മൾ ചെയ്തതേ അല്ല. ഒരു ചെറിയ തലവേദന വന്നാൽ എന്തുകൊണ്ടാണ് തലവേദന എന്ന് തിരിച്ചറിയാൻ പറ്റാതെ ഡോക്ടറെ അടുത്ത് പോകും, അല്ലേ? ഭയന്നിട്ട്. നമ്മുടെ ശരീരം, നമ്മുടെ തല, നമുക്കുണ്ടാകുന്ന വേദന എല്ലാം നമുക്കാണ്. പക്ഷേ അതുപോലും അറിയാനുള്ള വിവരം നമുക്കില്ല. പിന്നെ ഇപ്പം എന്താ നമ്മൾ ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ഭക്ഷണം ഉണ്ടാക്കും, നല്ല സ്വാദോടുകൂടി ഭക്ഷണം ഉണ്ടാക്കും, അതെല്ലാം ഉരുട്ടി വായ്ക്കുള്ളിലേക്ക് ഇടും. അതൊന്ന് ചവയ്ക്കാൻ സൗകര്യം ഉണ്ടെങ്കിൽ ചവയ്ക്കും, ഇല്ലെങ്കിൽ അങ്ങനെ വിഴുങ്ങും. പിന്നെ അകത്തേക്ക് പോയാൽ പിന്നെ എന്താ സംഭവിക്കണമെന്ന് നമുക്കറിയില്ല. പിന്നെ പിറ്റേ ദിവസം ശൗചം ചെയ്യാൻ പോകുമ്പോഴാണ് അതെല്ലാം മാറി വേറൊരു രൂപത്തിൽ പുറത്തേക്ക് പോകുന്നതായിട്ട് കാണുന്നത്. അപ്പോൾ എന്താ, നമുക്ക് ഈ ശരീരത്തിൻ്റെ മുകളിൽ പോലും അധികാരമില്ല. പിന്നെ ആരുടെ മുകളിലാണ് നമ്മൾ ഈ അധികാരം കാണിക്കാൻ ശ്രമിക്കുന്നത്? അപ്പോൾ അവിടെ ഭഗവാൻ വ്യക്തമായി പറയുന്നു, അഹം വൈശ്വാനരോ ഭൂത്വ പ്രാണിനാം ദേഹമാശ്രിത പ്രാണാപാന സമായുക്ത പജാമ്യന്നം ചതുർവിധം. ഞാനാണ് അകത്തിരുന്നതെല്ലാം ചെയ്യുന്നത്. എന്തിനങ്ങനെ പറഞ്ഞു എന്ന് ചോദിച്ചാൽ, ആരും ഒന്നും ചെയ്യുന്നില്ല, അകത്തൊന്നും ചെയ്യുന്നില്ല, അത് സ്വാഭാവികമായിട്ട് നടക്കുന്നു എന്നാരും കരുതണ്ട. ഞാൻ അകത്തിരിക്കുന്നുണ്ട്, ഞാനാണതെല്ലാം ചെയ്യുന്നത്. അത് നിങ്ങൾ ആഹാരം ഇങ്ങോട്ടേക്ക് ഇട്ട് വരിക, പിന്നെ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം എന്തൊക്കെയാണ് ഇടുന്നതെന്ന്. അത് ശ്രദ്ധിച്ചില്ലെങ്കിൽ പിന്നെ അതിൻ്റെ പണി കിട്ടും. അപ്പോൾ ഇത്രയും വ്യക്തമായിട്ടാണ് പറയുന്നത്. ഇതെല്ലാം അങ്ങനെയാണ് സംഭവിക്കുന്നത്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ പോലും നമുക്ക് അധികാരമില്ല എങ്കിൽ പിന്നെ ബാക്കിയുള്ള അധികാരമൊക്കെ കേവലം കർമ്മപരിപാലനമാണ്, കർത്തവ്യ പരിപാലനമാണ്. ആ കർത്തവ്യ പരിപാലനത്തെ സാധനയായി മാറ്റുക എന്നുള്ളതാണ് കർമ്മയോഗം. അത് ചെയ്യാൻ മാത്രമാണ് ഭഗവാൻ പറയുന്നത്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടോ അത് ചെയ്യാൻ? എല്ലാം നടക്കുന്നു. അതിനെ നമ്മുടെ കർമ്മമായിട്ട് കണക്കാക്കുക, അതിനെ സാത്വിക ബുദ്ധിയോട് കൂടി ചെയ്യുക, ഭഗവത് സമർപ്പണത്തോടു കൂടി ചെയ്യുക. ഇത്രയേ പറയുന്നുള്ളൂ. വാസ്തവത്തിൽ
അഹങ്കാര വിമൂഢാത്മാ കർത്താഹമിതി മന്യത്തെ. അഹങ്കാര വിമൂഢനായിട്ടുള്ള ഒരാളാണ് കർത്താവ്. ഞാനാണ് കർത്താവ്, മറ്റുള്ളവർ അല്ല, ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുന്നത് എന്ന് വെറുതെ വിമൂഢനായിട്ടുള്ള ഒരാളാണ് വിചാരിക്കുക എന്ന് പറയുക. അങ്ങനെയുള്ള ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുകയാണ്, അല്ലയോ വിശ്വാത്മാവായിട്ടുള്ള വിശ്വേശ്വരനായിട്ടുള്ള വിശ്വസ്വാമിൻ, യദുവംശികളായിട്ടുള്ള ആൾക്കാർ, പാണ്ഡവർ, എൻ്റെ കുടുംബക്കാർ, അവരോടെല്ലാം എനിക്ക് വലിയ സ്നേഹമുണ്ട്. കുന്തി പറയുകയാണ്, അവരോടൊക്കെ എനിക്ക് വലിയ സ്നേഹമാണ്. സ്നേഹപാശം, സ്നേഹമാകുന്നത് പാശമാണ്. പാശം എന്ന് പറഞ്ഞാൽ എന്താ? കയറ്, അതിങ്ങനെ കെട്ടും. അതാണ് ചില സ്നേഹമൊക്കെ നമുക്ക് വലിച്ചു പൊട്ടിക്കാൻ പറ്റാത്തത്. ഒരു കെട്ട് പോലെയാണ്, അതങ്ങനെ കെട്ടും. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? എനിക്ക് ഈ സ്നേഹബന്ധവും വേണ്ട. നോക്കൂ, അവസാനത്തെ വാക്കുകളാണ്. എനിക്ക് സ്നേഹബന്ധവും വേണ്ട. ഇനി എനിക്ക് ആരെയും സ്നേഹിക്കേണ്ട, എന്നെ ആരും സ്നേഹിക്കേണ്ട. ഈ പാണ്ഡവരും യദുവംശികളും ഒക്കെ ആയിട്ടുള്ള സ്നേഹബന്ധമുണ്ടല്ലോ. സ്നേഹപാശമിമം ഛിന്തി ദൃഢം പാണ്ഡുഷു വൃഷ്ണിഷു. ആ സ്നേഹപാശത്തെ ഒന്ന് മുറിച്ചു തരൂ. അത് ഭഗവാന് മാത്രമേ മുറിക്കാൻ സാധിക്കുകയുള്ളൂ. അതൊന്ന് മുറിച്ചു തരൂ എന്നാ പറയുക. എത്ര വൈരാഗ്യഭാവം എന്ന് നോക്കൂ കുന്തിക്ക്. വിപത്തുക്കളെല്ലാം എനിക്ക് വരട്ടെ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അവസാനം പറയുകയാണ്, എനിക്കിനി സ്നേഹബന്ധവും വേണ്ട. ഇതാണ് രാസലീലയിൽ ഗോപികൾ ചെയ്തത്. അങ്ങനെ വിരക്തിഭാവം വന്നാൽ മാത്രമേ ഭഗവാനോട് എന്തെങ്കിലും സംവാദിക്കാൻ പറ്റുള്ളൂ, എന്തെങ്കിലും നമ്മൾ പറയുന്നത് ഭഗവാൻ കേൾക്കുള്ളൂ. അപ്പോൾ ഗോപികളുടെ രാസലീലയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ പറഞ്ഞുവല്ലോ, അതിൽ മുഴുവൻ വൈരാഗ്യഭാവത്തിന് വേണ്ടിയിട്ടാണതെന്ന് ആദ്യവും അവസാനവും ഒക്കെ പറയുന്നുണ്ട്. ത്വയിമേനന്യ വിഷയാ മതിർമധുപതേ സകൃത് രതിമുദ്വഹദാമദ്ധ ഗംഗേവോഘമുദന്വതി. ഭഗവാനെ സംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ്, നിന്നിൽ എനിക്ക് അനന്യഭക്തി, അത് മാത്രം എനിക്ക് മതി. അല്ലയോ മധുപതേ, ശ്രീകൃഷ്ണനെ സംബോധന ചെയ്യുന്നതാണ് മധുപതി എന്ന്. രതിം ഉദ്വഹദാമദ്ധ, പൂർണ്ണമായിട്ടും, അദ്ധ എന്ന് പറഞ്ഞാൽ വളരെ വിപുലമായിട്ട്, പൂർണ്ണമായിട്ട്, ശുദ്ധമായിട്ട് ആ ഭക്തി, ആ അനന്യ വിഷയായിട്ടുള്ള ഭക്തി, രതി മതി, അതെനിക്ക് മതി. എങ്ങനെയാണോ ഗംഗ ഹിമാലയത്തിൽ നിന്ന് ഒഴുകി സമുദ്രത്തിൽ ചെന്ന് ലയിക്കുന്നത്, ഒന്നാകുന്നത്, ഗംഗേവ ഔഘമുദന്വതി. ഉദന്വതം എന്ന് പറഞ്ഞാൽ സമുദ്രമാണ്. ആ സമുദ്രത്തിൽ എങ്ങനെയാണോ ഗംഗ പോയി ഒഴുകി ഒന്നായിത്തീരുന്നത്, അതുപോലെ നിരന്തര ഭക്തി പ്രേമ ഭാവത്തിൽ എനിക്ക് നിന്നിൽ സ്ഥിതമായാൽ മതി. ഇവിടെ ആത്മാവും പരമാത്മാവും ഒന്നാകുന്ന തത്വമസി വാക്യ വിചാരമാണ് പറയുന്നത്. ഈ പറയുന്ന ബന്ധനങ്ങളൊക്കെ കഴിഞ്ഞാൽ, അധ്യാസങ്ങൾ, ആവിദ്യകമായിട്ടുള്ള ബന്ധനങ്ങൾ എന്നൊക്കെ നമ്മൾ വേദാന്തത്തിൽ പറയുന്നത് കഴിഞ്ഞാൽ, പഞ്ചകോശങ്ങൾക്ക് അതീതമായാൽ, അവിടെ എങ്ങനെയാണോ നദികൾ സമുദ്രത്തിൽ പോയി ചേർന്ന് ഒന്നായിത്തീരുന്നത്, നാമരൂപേ ഭിദ്യേതേ എന്ന ഉപനിഷത്ത് പറയും. യഥാ നദ്യസ്യന്തമാനാഹ സമുദ്രം പ്രതിയാന്തി. എങ്ങനെയാണോ നദികൾ ഒഴുകി സമുദ്രത്തിൽ പോയി ഒന്നായാൽ അവയുടെ നാമരൂപങ്ങൾ ത്യജിക്കുന്നത്, അതുപോലെ എനിക്കൊന്നാകണം. ഈ നദികൾ ഒഴുകുന്ന സമയത്ത്, ഇപ്പോൾ ഗംഗ ഹിമാലയത്തിലെ ഗോമുഖത്ത് നിന്ന്, ഗംഗോത്രിയിൽ നിന്ന് ഒഴുകി ഗംഗാസാഗരത്തിൽ കൽക്കത്തയിൽ പോയിട്ട് സമുദ്രത്തിൽ ചേരുന്നു. ഇതിനിടയ്ക്ക് ഈ ഒഴുകുന്ന സമയത്ത് ഗംഗ എങ്ങോട്ടാണ് പോകുന്നത്? ഗംഗയുടെ ഉദ്ദേശം എന്താണ്? ലക്ഷ്യം എന്താണ്? ഗംഗാസാഗരത്തിൽ പോവുകയാണ് ലക്ഷ്യം. പക്ഷേ ഈ ഒഴുകി പോകുന്ന സമയത്ത് വഴിയിൽ രണ്ട് തടങ്ങളിലും തടവർത്തികളായിട്ടുള്ള ജനങ്ങൾക്ക്
ആ ജനതയ്ക്ക് വേണ്ട സഹായമൊക്കെ ഗംഗയുടെ അസ്തിത്വം കൊണ്ട് ഉണ്ടായിപ്പോകുന്നു. അവരുടെ ചില കർമ്മഫലങ്ങളൊക്കെ അവർക്ക് ഗംഗയുടെ അസ്തിത്വം കൊണ്ട് വർക്കൗട്ട് ചെയ്യാൻ സാധിക്കുന്നു. അതാണ് ഗംഗയുടെ സഹായം. ഗംഗ ഉള്ളതുകൊണ്ട് കൃഷികൾ ചെയ്യുന്നു. അവരവിടെ വലിയ ഗ്രാമങ്ങളും നഗരങ്ങളും ഒക്കെ പണിത് അവിടെയൊക്കെ താമസിക്കുന്നു. അതുപോലെ ദുഷ്കർമ്മങ്ങളുടെ ഫലവും അനുഭവിക്കുന്നുണ്ട്. ചിലപ്പോഴൊക്കെ വെള്ളപ്പൊക്കവും അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് അനുഭവിക്കും, സുഖവും അനുഭവിക്കും, ദുഃഖവും അനുഭവിക്കും. അങ്ങനെ തടവർത്തിയായിട്ടുള്ള ജനതയുടെ ഒരു വലിയ സഹായം ചെയ്ത് അവസാനം ഗംഗ പോയി നദിയിൽ ഒന്നാകുന്നു. അതുപോലെ ആയിരിക്കണം നമ്മുടെ ജീവിതം. അവസാന ലക്ഷ്യം നമുക്ക് വ്യക്തമായിരിക്കണം. ഇവിടെയാണ് എനിക്ക് പോകേണ്ടത്, ഇങ്ങനെയാണ് എൻ്റെ അവസാനം. അതിനുവേണ്ടി ഞാൻ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഒഴുക്ക് സമുദ്രത്തിലേക്കാണ്, സമുദ്രം പ്രതിയാണ്. അതുപോലെ എനിക്കുമാകണമെന്നാണ് പ്രാർത്ഥിക്കുന്നത്. ശ്രീകൃഷ്ണ കൃഷ്ണ സഖ വൃഷ്ണ വൃഷഭാവിനുദ്ധു രാജന്യവംശദഹനാ പവനഗരി വർഗവീര്യ ഗോവിന്ദ ഗോദ്വിജസുരാർത്തിവരാവതാര യോഗേശ്വരാഖില ഗുരോ ഭഗവൻ നമസ്തേ. യോഗേശ്വരാഖില ഗുരോ ചരാചര ഗുരോ ഹേ ഭഗവൻ നമസ്തേ. ഓ കൃഷ്ണസഖയായിട്ട്, അർജുനൻ്റെ വളരെ പ്രിയതമനായിട്ട് കൃഷ്ണസഖ എന്ന് സംബോധനം ചെയ്തു. ഹേ ശ്രീകൃഷ്ണ എന്ന് സംബോധനം ചെയ്തു. വൃഷ്ണികുലത്തിൽ ജനിച്ചവനാണ്. വൃഷ്ണി രാജവംശത്തിൽ ജനിച്ചവനാണ്. പൃഥ്വിയുടെ ഭാരരൂപമായിരുന്ന, അല്ലെങ്കിൽ ഈ ദൈത്യന്മാരെ കൊണ്ട് ഭാരമേറി, അധർമ്മമാണ് പൃഥ്വിയുടെ ഭാരമെന്ന് പറയുന്നു. അധർമ്മമേറിയാൽ പൃഥ്വിക്ക് ദുഃഖമുണ്ടാകും. ആ അധർമ്മത്തെ ഇല്ലാതാക്കാൻ, ദൈത്യന്മാരെ നശിപ്പിക്കാൻ ധർമ്മരൂപത്തിൽ ഭഗവത് അവതാരമുണ്ടാകുന്നു. യഥാ യഥാ ഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത എന്ന രീതിയിൽ അങ്ങനെ ഉണ്ടായ ഭഗവാന്റെ സ്വരൂപം ഹേ ഗോവിന്ദ. ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ, ഗോവിന്ദ ശബ്ദത്തിനർത്ഥം വിഷ്ണു സഹസ്രനാമത്തിൽ ശങ്കരാചാര്യ സ്വാമിജികൾ ഭാഷ്യം രചിക്കുമ്പോൾ അതിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഗോവിന്ദ ശബ്ദം. വിഷ്ണു സഹസ്രനാമത്തിലുള്ള പദമാണ്. അവിടെ ഗോവിന്ദൻ എന്ന് പറഞ്ഞാൽ മോക്ഷം തരുന്നവൻ എന്നാണ് അർത്ഥം. അവിടെ ഗോ ശബ്ദത്തിന് പശു എന്നർത്ഥം പറയുന്നില്ല, മോക്ഷം എന്നാണ് അർത്ഥം പറയുന്നത്. മോക്ഷത്തെ തരുന്നവൻ എന്ന അർത്ഥത്തിൽ ഗോവിന്ദൻ എന്ന് പറഞ്ഞു. അങ്ങനെയുള്ള ഭഗവാനെ സ്മരിച്ചുകൊണ്ട് അങ്ങയുടെ അവതാരം ഇവിടെ പറയുന്നത് എന്താണ്? ഗോദ്വിജ സുരാർത്തി ഹരാവതാര. ഭഗവാന്റെ അവതാരം ഉണ്ടാകുന്നത് എന്തിനൊക്കെ വേണ്ടിയാണ്? ഗോക്കളുടെ ആർത്തി ഹരിക്കാൻ, ഗോക്കളെ രക്ഷിക്കാൻ. ഗോരക്ഷ എന്നത് നമ്മുടെ സനാതന ധർമ്മത്തിൻ്റെ മുഖ്യമായിട്ടുള്ളൊരു കർമ്മമാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. സനാതന ഹിന്ദു ധർമ്മത്തെക്കുറിച്ച് നമ്മൾ പറയുമ്പോൾ ഗോരക്ഷ അല്ലെങ്കിൽ ഗോക്കളെ ഒഴിവാക്കിയിട്ടുള്ള ഒന്നുമില്ല. വേദത്തിൽ തുടങ്ങി എല്ലാ കർമ്മങ്ങൾക്കും ഗോക്കൾ വേണം. പശുവില്, ഗോവിൻ്റെ സ്വരൂപത്തിൽ എല്ലാ ദേവന്മാരും കുടികൊള്ളുന്നതായിട്ട് കണക്കാക്കുന്നു. സാത്വികമായ ഒരു ജീവിയാണ് ഗോ എന്ന് നമുക്കറിയാം. അമ്മയുടെ മുലപ്പാൽ കഴിഞ്ഞാൽ അതേ ഗുണമുള്ള പാല് കുട്ടികൾക്ക് കൊടുക്കുന്നത് ഗോക്കളാണ്. ഗോക്കളില്ലെങ്കിൽ പഞ്ചഗവ്യം ഉണ്ടാക്കാൻ സാധിക്കില്ല. പഞ്ചഗവ്യം ഇല്ലെങ്കിൽ ഒരു യജ്ഞവും യാഗവും സത്കർമ്മങ്ങളും ഒന്നും ചെയ്യാൻ സാധിക്കില്ല. യജ്ഞമായാലും പൂജയായാലും മറ്റ് ഏത് ധാർമ്മിക കാര്യം നമ്മൾ ചെയ്യുമ്പോഴും അവിടെയൊക്കെ നെയ്യ് വേണം. അത് ഗോഘൃതം തന്നെ വേണം. മറ്റ് എരുമയുടെയും മറ്റും നെയ്യൊന്നും കർമ്മത്തിൽ ഉപയോഗിക്കില്ല.
യജ്ഞയാഗാദികൾക്ക് ഉപയോഗിക്കില്ല. ചാണകം വേണം, ചാണകം ഉണ്ടെങ്കിലേ അവിടെ എന്താ പറയുക യജ്ഞശാലയൊക്കെ പവിത്രമാക്കാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഓരോ ക്രിയയും നമ്മൾ എടുത്താൽ അതിലൊക്കെ ഗോക്കളുടെ പ്രാധാന്യമുണ്ട് എന്നാണ്. അത് ബ്രഹ്മചര്യ ആശ്രമം മുതൽക്ക് സന്യാസാശ്രമം വരെയുള്ള 4 ആശ്രമങ്ങളിലും പറയപ്പെട്ടിട്ടുള്ള എല്ലാ കർമ്മങ്ങളുടെയും ദോഷപരിഹാരങ്ങൾ ഗോസേവയായിട്ടാണ് ചെയ്യുന്നത്. ഗോശാലയിൽ ഗോസേവ ചെയ്യുക. അങ്ങനെ ഗോസേവ ചെയ്ത് മാത്രം അന്ധക്കരണ ശുദ്ധി വന്ന ജ്ഞാനമുണ്ടായ ഒരുപാട് മഹാത്മാക്കളുടെ കഥയുണ്ട് ഛാന്തോക്യ ഉപനിഷത്തിലൊക്കെ. അപ്പം അതുകൊണ്ട് നമ്മുടെ ധർമ്മത്തെ അംഗീകരിക്കുമ്പോൾ, നമ്മൾ സാധന അനുഷ്ഠിക്കുമ്പോൾ, ജീവിതത്തിലെ പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുമ്പോഴൊക്കെ ചില ദോഷങ്ങൾ പാപങ്ങളൊക്കെ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപെടും. അതിൻ്റെയൊക്കെ നിത്യമായ പ്രായശ്ചിത്തം എന്ന് പറയുന്നത് ഗോസേവയായിട്ടാണ് കഴിക്കുന്നത്. സന്യാസിമാർക്കും അങ്ങനെ എന്തെങ്കിലും തെറ്റ് സംഭവിച്ചാൽ ഒരേ ഒരു പ്രായശ്ചിത്തമേ ഉള്ളൂ, ആജീവനം ഗോശാലയിൽ താമസിച്ച് ഗോസേവ ചെയ്യാം. ബ്രഹ്മചാരിക്ക് തെറ്റ് സംഭവിച്ചാൽ ബ്രഹ്മചര്യ ആയിരിക്കുന്ന ആ അവസ്ഥയിലും ഗോസേവയാണ് വിഹിതമായിരിക്കുന്നത്. സാമാന്യമായി വിശേഷമായിട്ടുള്ള കാര്യങ്ങൾക്ക് വിശേഷമായിട്ടുള്ള പ്രായശ്ചിത്തങ്ങളും ഉണ്ട്. ഗൃഹസ്ഥനാണെങ്കിൽ തീർച്ചയായിട്ടും ഗോസംരക്ഷണം ചെയ്തിരിക്കണം എന്നാണ് ശാസ്ത്രങ്ങൾ പറയുന്നത്. അതുകൊണ്ടാണ് ഹിന്ദു ധർമ്മത്തിൻ്റെ ഒരു പ്രതീകമായിട്ട് ഗോപൂജയും ഗോസേവയും ഒക്കെ എത്രയോ കാലങ്ങളായിട്ട് നിലനിൽക്കുന്നത്. ഇത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടാക്കിയതല്ല. ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് പറയുമ്പോഴും ഇവിടെ നോക്കൂ, ആ ഗോ എന്ന ഗോവിൻ്റെ പേരാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഗോ, ദ്വിജ, ഗോക്കളെ, അതുപോലെ ധാർമ്മികരായ ദ്വിജന്മാരെ വൈദിക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കൊണ്ട് അവരെ സംരക്ഷിക്കണം. അതുപോലെ സുരാർത്തിഹരാവതാര, ദേവന്മാരുടെ ദുഃഖം ആരാണ്? അസുരന്മാരാണ്. അവരെ ഹനിക്കാൻ ആണ് നിന്റെ അവതാരം. അങ്ങനെയുള്ള അല്ലയോ യോഗേശ്വരനായ യോഗഗുരു, അങ്ങക്ക് നമസ്കാരം ഭവിക്കട്ടെ എന്ന് അവിടെ നിരാകാര രൂപത്തിൽ ആദ്യത്തെ നമസ്കാരം പറയുകയും ഈ അവസാനത്തെ ശ്ലോകത്തിൽ സാകാര രൂപത്തിലുള്ള ഭഗവത് അവതാര രൂപത്തിലുള്ള ഭഗവാനെ നമസ്കരിക്കുകയും ചെയ്തു. അങ്ങനെ ആദിയിലും അന്തത്തിലും അതിൻ്റെ മുഴുവനായിട്ടുള്ള താല്പര്യം നമ്മൾ നോക്കുമ്പോൾ ഭഗവത് ഭക്തിയിലൂടെ, സമർപ്പണത്തിലൂടെ തത്വവിവേചനം ഈ സ്തുതിയിൽ നമുക്ക് കാണാൻ സാധിക്കും. ഇങ്ങനെയാണ് ഭാഗവത്തിൽ വന്നിരിക്കുന്ന മറ്റ് സ്തുതികളെല്ലാം. ആ സന്ദർഭമനുസരിച്ചുള്ള ചില ചർച്ചകൾ അതിലുണ്ടാകും. പക്ഷെ സ്തുതികളുടെ ഒരു ഭാവം നമ്മൾ നോക്കുമ്പോൾ ഏകദേശം ഇതുപോലുള്ള ഭാവങ്ങളാണ്. ഇപ്പോൾ ബ്രഹ്മസ്തുതിയിലും മറ്റുമൊക്കെ ആണെങ്കിൽ പൂർണ്ണമായിട്ടും വേദാന്തം തന്നെ പറയുന്നുണ്ട്. വേദാന്തത്തിൻ്റെ ആ തത്വബോധം, ഉപനിഷത്തുകൾ പറയുന്ന തത്വബോധം അങ്ങനെ തന്നെ പറയുന്നുണ്ട്. ദേവന്മാരുടെ സ്തുതി, ദശമസ്കന്ധത്തിൽ വരുന്ന ഭഗവത് അവതാര സമയത്തുള്ള സ്തുതി, അതൊക്കെ തത്വബോധത്തെ അങ്ങനെ തന്നെ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത്തരം സ്തുതികളെ കൂടുതൽ വായിക്കണം, ശ്രദ്ധിക്കണം. ഞാൻ നേരത്തെ പറഞ്ഞു, ഇതെല്ലാം ഓരോരോ വേദാന്ത പ്രകരണങ്ങളാണ്. അപ്പോൾ ഈ 3 ദിവസം നമ്മൾ ചർച്ച ചെയ്ത വിഷയങ്ങളൊക്കെ ഈ സ്തുതികളിൽ നിന്ന് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും. ഞാൻ പറഞ്ഞ ഇപ്പോൾ ഈ പ്രക്രിയകളൊക്കെ ഉണ്ടല്ലോ, വേദാന്ത സംബന്ധമായിട്ടുള്ള പ്രക്രിയകളൊക്കെ, ഇന്നലെയൊക്കെ വിശദീകരിച്ച പ്രക്രിയകൾ, ഇതെല്ലാം സ്തുതികളിൽ തന്നെ കാണാവുന്നതാണ്. ഇപ്പോൾ സാകാര രൂപവും നിരാകാര രൂപമൊക്കെ. അപ്പോൾ ഈ ഒരു സ്തുതി തന്നെ നമ്മൾ വിസ്തരിച്ച് മനസ്സിലാക്കിയാൽ വേദാന്ത തത്വത്തിൻ്റെ എല്ലാ ജ്ഞാനവും അതിൽ വന്നു. അതോടൊപ്പം മറ്റൊരു കാര്യം കൂടി അവിടെയുണ്ട്. അതാണ് ഭാഗവതത്തിൻ്റെ അപൂർവത എന്ന് പറയുന്നുണ്ടല്ലോ. ഉപക്രമ ഉപസംഹാര അഭ്യാസോ അപൂർവതാഫലം. അപൂർവത എന്താണ്? സ്പെഷ്യാലിറ്റി.
ആ സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത്, ഇത് പറയുന്നത്, ഈ വേദാന്ത ഉപദേശം പറയുന്നത് ഒരു സന്യാസിയല്ല, ഒരു ഋഷിയല്ല, ഒരു വേദാന്ത ആചാര്യനല്ല, ഒരു വിരക്ത ശിരോമണിയായിട്ടുള്ള ഒരു വിരക്തനല്ല, പിന്നെ ആരാണ്? ഒരു വീട്ടമ്മയാണ്. അതാണ് അതിൻ്റെ പ്രത്യേകത. അതാണ് ഭാഗവതത്തിൻ്റെ സവിശേഷത. ഇപ്പോൾ ശങ്കരാചാര്യ സ്വാമിജികളുടെ വേദാന്ത ഗ്രന്ഥങ്ങൾ പറയുന്നതും ഇതേ തത്വമായിരിക്കാം. പക്ഷെ അത് പറയുന്നത് ശങ്കരാചാര്യ സ്വാമിജികളാണ്. അപ്പോൾ നമ്മളെന്തോർക്കും? ശങ്കരാചാര്യ സ്വാമിജികൾ, അദ്ദേഹം വളരെ വലിയൊരു മനുഷ്യനായിരുന്നു, അദ്ദേഹം ഒരു മഹാപുരുഷനായിരുന്നു, ഭഗവാൻ ശിവൻ്റെ അവതാരമായിരുന്നു, കുട്ടിക്കാലത്തെ അദ്ദേഹം സിദ്ധപുരുഷനായിരുന്നു. അങ്ങനെ മഹാജ്ഞാനികൾക്കൊക്കെ അങ്ങനെ പറയാം, അല്ലേ? അങ്ങനെയാണ് ഉദ്ദേശിക്കുക. അപ്പോൾ അത് അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അദ്ദേഹം പറഞ്ഞത് ഓക്കെ എന്ന് നമ്മൾ അംഗീകരിക്കും. പക്ഷെ അതുമായിട്ടൊരു കണക്ഷൻ നമുക്ക് വരില്ല. കാരണം എന്താണ്? ഞാനതല്ലല്ലോ. ഞാനൊരു ഗൃഹസ്ഥ, ഒന്നും അറിഞ്ഞുകൂടാത്ത, സംസ്കൃതം അറിയില്ല, മലയാളം തന്നെ ശരിക്കറിയില്ല, ഈ വിഷയങ്ങളൊന്നും അറിയില്ല, അതൊന്നും അറിഞ്ഞുകൂടാത്ത ഒരു സാമാന്യ സ്ത്രീ. അത് തന്നെയല്ലോ കുന്തി സ്ത്രീ ശബ്ദം തന്നെ പ്രയോഗിച്ചു. അപ്പോൾ അങ്ങനെയുള്ള എനിക്ക് എങ്ങനെ ഇതൊക്കെ പറയാനോ ചിന്തിക്കാനോ ഒക്കെ സാധിക്കും എന്ന് നമുക്ക് തോന്നും. അപ്പോൾ ശങ്കരാചാര്യജിനി എന്ത് പറഞ്ഞാലും, ആചാര്യന്മാർ വന്ന് പ്രഭാഷണത്തിൽ വേദിയിലിരുന്ന് എന്ത് തന്നെ പറഞ്ഞാലും നമുക്ക് അതുമായിട്ടൊരു അടുപ്പം തോന്നില്ല, ഒരു ദൂരം തോന്നും. കാരണം ഞാനതല്ല എന്നുള്ള ഒരു വലിയ ബോധം. അപ്പോഴാണ്, ആ സ്ഥാനത്താണ് ഇവിടെ കുന്തിദേവി തന്നെ ഈ സ്തുതിയിലൂടെ ഇത് പ്രകടമാക്കുന്നത്. അപ്പോൾ കുന്തിദേവി പറയുമ്പോൾ നമുക്കറിയാം, കുന്തിദേവിയുടെ ജീവിതം നമ്മുടെ ജീവിതമായിട്ട് ഏകദേശം സാമ്യപ്പെട്ടു പോകുന്നുണ്ട്. ഒന്ന്, കുന്തിദേവി ഒരു സ്ത്രീയാണ്, ഒരു ഭാര്യയായിരുന്നു, ഒരമ്മയാണ്, ഇങ്ങനെയെല്ലാമുള്ള നമ്മളെ ക്വാളിഫിക്കേഷൻസൊക്കെ ഉള്ള ഒരു സ്ത്രീ. അപ്പോൾ നമുക്ക് അടുക്കാൻ പറ്റും. കൂടുതൽ അവർ പറയുന്നത് ശരിയാണ്, അപ്പോൾ അവർ പറയുന്നത് നമ്മുടെ കാര്യം തന്നെ അല്ലേ എന്ന് നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ഈ വ്യത്യാസം. ഞാൻ ഇന്നലെ പറഞ്ഞുവല്ലോ, അപൂർവത പറയുമ്പോൾ ഭാഗവതം പോലുള്ള പുരാണങ്ങളുടെ സവിശേഷത, ഇതൊക്കെ നമ്മൾ ഈ ഭാഗവതം സപ്താഹങ്ങളും കഥകളുമൊക്കെ ചെയ്യുമ്പോൾ ഈ സവിശേഷത തിരിച്ചറിയണം. ഈ ഷഡ്ലിംഗങ്ങൾ പറഞ്ഞ ഓരോ സവിശേഷതയും തിരിച്ചറിഞ്ഞാൽ മാത്രമേ അതിൻ്റെ ശരിയായിട്ടുള്ള ഉപദേശത്തിൻ്റെ പ്രകാരം നമുക്ക് മനസ്സിലാകൂ. ഇത് തന്നെയല്ലേ വേദാന്തവും പറയുന്നത് എന്ന് നമുക്ക് പറയാം. ഇത് തന്നെയാണല്ലോ ഉപനിഷത്തും പറയുന്നത് എന്ന് പറയാം. പക്ഷെ അത് മാത്രമല്ല, അത് തന്നെ മറ്റൊരു അവസരത്തിൽ മറ്റൊരു വ്യക്തിയിലൂടെ അത് പറയുമ്പോൾ അതിനൊരു സവിശേഷതയുണ്ട്. ഇത് തന്നെ ഭീഷ്മർ പറയുന്നു, ശരശൈലിയിൽ കിടക്കുന്ന ഭീഷ്മർ പറയുന്നു, സ്തുതിക്കുന്നു. അങ്ങനെ ഓരോരോ അവസ്ഥകൾ നമ്മൾ നോക്കിയാൽ ആ അവസ്ഥയുടെ പ്രത്യേകത കൂടി ആ സ്തുതിക്കുണ്ട് എന്നുള്ളതാണ്. ഇതാണ് ഇപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ഇതൊരു റിസർച്ച് സ്റ്റുഡൻറ്റ് പറയണത് പോലെയൊക്കെയാണ് ഞാൻ പറഞ്ഞത്, അല്ലേ? അതുകൊണ്ട് ചിലപ്പോൾ സാധാരണ രീതിയിൽ നമ്മൾ ചിന്തിക്കുമ്പോൾ ഇതൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ എന്ന് നിങ്ങൾക്ക് തോന്നും, അല്ലേ? അങ്ങനെ തോന്നിയില്ലേ ഇത്രയൊക്കെ പറഞ്ഞിട്ട്? അങ്ങനെ തോന്നുമെന്നാണ് ഞാൻ വിചാരിച്ചത്. കാരണം ഇത്രയൊക്കെ ഇങ്ങനെയൊക്കെ അറിയേണ്ട ആവശ്യമുണ്ടോ? നമ്മൾ ഇത്രയും കാലമായിട്ട് സുഗമമായിട്ട് ഇതെല്ലാം വായിച്ച് ആസ്വദിച്ച് അങ്ങനെ പോകുന്നുണ്ട്. ഇതെന്തോ കുറേ ടെക്നിക്കൽ സാധനങ്ങൾ, ചിലവർ പറയും അത് സ്വാമിജിയുടെ കുറേ പാണ്ഡിത്യം ഇവിടെ വന്ന് പ്രകടിപ്പിച്ചു, അങ്ങനെയൊക്കെ തോന്നുന്നുണ്ട് നിങ്ങൾക്ക്, ഇല്ലേ? അല്ല, സത്യം അതാണ്. അതായത് ഈ ടെക്നിക്കാലിറ്റിയൊക്കെ പറഞ്ഞത് എന്തിനാന്ന് ചോദിച്ചാൽ, നമ്മൾ സാധാരണ ആൾക്കാരുടെ സംസാരിക്കുമ്പോൾ നമ്മളിതൊന്നും പറയില്ല. നിങ്ങളോടിത് പറയാനാണ് ഈ വേദി എനിക്ക് തന്നത്, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ഒരു വിഷയത്തിൽ ആണ് നമ്മളിവിടെ നിമന്ത്രിക്കപ്പെട്ടത്, ഇവിടെ വന്നതൊക്കെ. അപ്പോൾ അത് പരമാവധി കിട്ടുന്ന സമയത്ത് പറയാൻ വേണ്ടിയിട്ടുള്ളൊരു ശ്രമം നടത്തി. അത് ടെക്നിക്കലാണെന്നറിയാം. അതിലൊരു 50% അല്ലെങ്കിൽ 60% എന്ന് പറയുന്നത് ടെക്നിക്കലാണ്. അത് പറയാൻ വേണ്ടിയിട്ട്, അത് ഫലിപ്പിക്കാൻ വേണ്ടിയിട്ട് ചില കാര്യങ്ങൾ കൂടെ പറഞ്ഞു. നിങ്ങൾക്കത് മനസ്സിലാകുന്ന രീതിയിൽ സരളമാക്കാനുള്ളൊരു ശ്രമം ഞാൻ മനഃപൂർവ്വം നടത്തി. പക്ഷേ ഇത് സത്യമായിട്ടുള്ളൊരു വ്യവസ്ഥയാണ്, അതായത് ശരിയായിട്ടുള്ള ഒരു രീതിയാണ്. ഒരു ഗ്രന്ഥത്തെ മനസ്സിലാക്കാനും അതിൻ്റെ ഉള്ളിലേക്ക് കടക്കാനുമുള്ള ശാസ്ത്രകാരന്മാർ തന്നെ പറഞ്ഞ ഒരു പ്രക്രിയയാണ്. ഇത് ഞാൻ ഉണ്ടാക്കിയതൊന്നുമല്ല.
ഞാനിപ്പോൾ ഇത്രയും കാലമായിട്ട് ഇത് പഠിച്ചു, അഭ്യസിച്ചു, ഇതെല്ലാം കാണാപ്പാഠമാക്കി വച്ചിരിക്കുന്നു, അത് നിങ്ങളോട് പറഞ്ഞു കേൾപ്പിക്കുന്നു എന്നേ ഉള്ളൂ. ഇത് എൻ്റേതായിട്ട് അവകാശപ്പെടാനായിട്ടൊന്നും ഇല്ല. അതൊക്കെ ഗുരുക്കന്മാർ പഠിപ്പിച്ചത് നമുക്ക് പറഞ്ഞു തന്നത് കുറച്ചൊക്കെ വ്യത്യാസം വരുത്തി. ഇപ്പോൾ നിങ്ങളെ കാണുമ്പോൾ നിങ്ങളോട് എന്ത് പറയണമെന്ന് ആ സമയത്ത് തോന്നുന്ന ചില വ്യത്യാസങ്ങളൊക്കെ വരുത്തിയിട്ട് അതങ്ങ് പറഞ്ഞു തന്നു എന്നേ ഉള്ളൂ. ഇനി നിങ്ങൾ ചെയ്യേണ്ട എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞു തന്ന 3-4 ടെക്നിക്കലുണ്ട്, സൂത്രങ്ങൾ, അത് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. ചിന്തിക്കുമ്പോൾ കുറച്ച് കാലം കഴിയുമ്പോൾ നന്നായിട്ട് നിങ്ങൾ ചിന്തിച്ച് പരിചയിക്കുകയാണെങ്കിൽ നിങ്ങളും വലിയ പണ്ഡിതന്മാരാണ്. ഈ പാണ്ഡിത്യം എന്ന് പറയുന്നത് എല്ലാം ടെക്നിക്കലാണ്, വെറും തട്ടിപ്പാണ്. ഇത്രയേ ഉള്ളൂ സംഗതി. അപ്പം അതുകൊണ്ട് കിം പാണ്ഡിത്യം പദച്ഛേദ എന്ന് പറയും. എന്താ പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ശ്ലോകം ചൊല്ലുമ്പോൾ പദച്ഛേദം ചെയ്ത് ചൊല്ലാൻ സാധിക്കുക, അത്രേ ഉള്ളൂ പാണ്ഡിത്യം. പക്ഷെ പദച്ഛേദം ചെയ്യണമെങ്കിൽ ബാക്കി പറയുന്ന കഥകൾ കൂടി അറിഞ്ഞിരിക്കണം. കാരണം കൃത്യമായിട്ട് പദച്ഛേദം ചെയ്യണമെങ്കിൽ എന്താണ് അതിൻ്റെ അർത്ഥം, ഏതാണ് പദം, അതിൻ്റെ വിഭക്തി ഏത്, അതിൻ്റെ എന്താ പറയുക, സന്ധി ഏത്, സമാസം ഏത് എന്നൊക്കെ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഒരാൾ പദച്ഛേദം ചെയ്ത് ശ്ലോകം വായിക്കുന്നത് കേട്ടാൽ നമ്മൾ അയാൾ പണ്ഡിതനാണോ അല്ലയോ ഒന്ന് മനസ്സിലാകും. അപ്പോൾ അത്രേ ഉള്ളൂ പാണ്ഡിത്യം. അതുകൊണ്ട് ഇത് നിങ്ങൾ അഭ്യസിക്കുക എന്നതാണ് എൻ്റെ താല്പര്യം. അപ്പോൾ അത് പറഞ്ഞ്, ഇന്നലെ ഞാനൊരു സസ്പെൻസിൻ്റെ കാര്യം പറഞ്ഞിരുന്നു. അതായത് തത്വകഥനം, രൂപകകഥനം, പിന്നെ എന്താണ് അതിശയോക്തി. ഈ 3 വിഭാഗത്തിൽ 3 തരത്തിലാണ് പുരാണങ്ങളൊക്കെ നമ്മോട് ബോധിപ്പിക്കുന്നത്. ഇത് വേദത്തിൻ്റെ പ്രക്രിയയാണ്, പുരാണത്തിൻ്റെ അല്ല. അപ്പോൾ വേദവ്യാസ ഭഗവാൻ ആദ്യം ചെയ്ത ജോലി എന്താണ്? വേദവ്യാസ ഭഗവാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആദ്യം ചെയ്ത പണി എന്താണ്? വേദത്തെ വിഭജിച്ചു എന്നുവെച്ചാൽ വേദത്തെ എഡിറ്റ് ചെയ്തു എന്നർത്ഥം. അതാണ് ആദ്യം ചെയ്തത്. അപ്പോൾ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ അദ്ദേഹം PhD എടുത്തത് എന്തിലാണെന്ന് ചോദിച്ചാൽ, ഇപ്പം നമുക്ക് ക്വാളിഫിക്കേഷൻ പറയണമല്ലോ, വേദവ്യാസന് അങ്ങനെ ഒരു ക്വാളിഫിക്കേഷൻ ഉണ്ടോ എന്ന് നമുക്ക് ചോദിക്കണമല്ലോ. അപ്പോൾ എന്താണ് അതിൻ്റെ ആദ്യത്തെ ക്വാളിഫിക്കേഷൻ? ഇപ്പോൾ PhD എഴുതുന്നവരൊക്കെ ചെയ്യുന്നവരെന്താ ചെയ്യുക? ഇതുപോലെ ഏതെങ്കിലും പഴയ ഗ്രന്ഥങ്ങൾ എടുക്കും, ഇതുവരെ പബ്ലിഷ് ഇല്ലാത്ത ഗ്രന്ഥങ്ങൾ. നമ്മളൊക്കെ പല കുട്ടികൾ വന്നിട്ട് അങ്ങനെയാണ് പറയാം, ഈ ഗ്രന്ഥം പബ്ലിഷ് ചെയ്തിട്ടില്ല, അപ്പോൾ അതിൽ PhD. അങ്ങനെയാണ്. ആ ഗ്രന്ഥം എടുത്ത് ആ ഗ്രന്ഥത്തെ നന്നായിട്ട് പഠിച്ച് അതിലുള്ള വിഷയങ്ങളൊക്കെ വേർതിരിച്ച് പിന്നെ അതിലൊരു തീസിസൊക്കെ എഴുതി അതിൻ്റെ പേരിൽ ആ വിഷയത്തിൽ PhD എടുക്കും. അങ്ങനെയാണ് ചെയ്യുക. അപ്പോൾ വേദവ്യാസ ഭഗവാൻ വന്നപ്പോൾ അദ്ദേഹത്തിന് PhD എടുക്കാൻ പറ്റിയ വിഷയം വേദം തന്നെയായിരുന്നു. അങ്ങനെയായിരുന്നു. എല്ലാവരും പറഞ്ഞു വേദത്തിൽ നിങ്ങൾ PhD എടുത്തോളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അദ്ദേഹം ആദ്യം PhD എടുക്കാൻ വേണ്ടിയിട്ട് വേദത്തെ വിഭജിച്ചു, അല്ലേ? അങ്ങനെയാണ് വേദവ്യാസൻ എന്ന PhD എടുത്തപ്പോൾ, ഇന്നിപ്പോൾ ഡോക്ടർ എന്ന് പറയുന്നു, അദ്ദേഹത്തിന് PhD എടുത്തപ്പോൾ കിട്ടിയ ടൈറ്റിലാണ് വേദവ്യാസൻ. അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേരെന്താണ്? കൃഷ്ണദ്വൈപായനൻ എന്നാണ്. കൃഷ്ണൻ എന്നാണ് പേര്. ദ്വൈപായനൻ എന്നത് സ്ഥലപ്പേരാണ്. എവിടെയാണോ താമസിച്ചിരുന്നത് നമ്മുടെ ഗ്രാമത്തിൻ്റെ പേര്, നമ്മൾ ഇപ്പോൾ എല്ലാവരുടെ പേരിൻ്റെ പുറകെ എഴുതാറുണ്ടല്ലോ, അതുമാതിരി. അപ്പോൾ ദ്വീപിൽ താമസിച്ചിരുന്നത് കൊണ്ട് ദ്വൈപായനൻ എന്നായി. കൃഷ്ണൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, അച്ഛനും അമ്മയും കൊടുത്ത പേര്. പിന്നെ PhD എടുത്തപ്പോൾ വേദവ്യാസൻ എന്ന് കിട്ടി. അങ്ങനെ വേദവ്യാസനായിട്ടുള്ള കൃഷ്ണദ്വൈപായന വേദവ്യാസൻ എന്ന് പൂർണ്ണമായിട്ടുള്ള പേര് വന്നു. അങ്ങനെയാണ് വേദവ്യാസൻ്റെ ക്വാളിഫിക്കേഷൻ. അദ്ദേഹം ഈ വേദത്തിൽ തന്നെ ആദ്യം ഇതൊക്കെ ചെയ്തതുകൊണ്ട് ഒരു കാര്യം ഉറപ്പാണ്, പിന്നീട് അദ്ദേഹം ജീവിതത്തിൽ ചെയ്ത ഒരു കാര്യവും വേദത്തിന് പുറത്തു പോവുകയോ വേദത്തിൽ പറയാത്തത് പറയുകയോ വേദവിരുദ്ധമായിട്ട് പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യാൻ സാധ്യതയില്ല. കാരണം എന്താണ്? ആദ്യം തന്നെ പഠിച്ച് പാസ്സായിരിക്കുന്നത് വേദമാണ്. നമുക്കില്ലാത്തൊരു ക്വാളിഫിക്കേഷനും അതാണ്. നമുക്ക് വേദത്തെക്കുറിച്ച് ഒരു വിവരവും ഇല്ല. വേദം എങ്ങനെയാണ് ഇതൊക്കെ ചെയ്യുന്നത് പറയുന്നത് എന്ന് ഒരു വിവരവും ഇല്ല. അതാണ് നമ്മളെ ഡിസ്ക്വാളിഫിക്കേഷൻ. അപ്പം അതനുസരിച്ച് എന്താ വ്യക്തമാകുന്നത്? അദ്ദേഹം ചെയ്ത കാര്യങ്ങളെല്ലാം വേദപ്രക്രിയ അനുസരിച്ചാണ് ചെയ്തത്.
പറഞ്ഞതെല്ലാം വേദത്തിലും ഉപനിഷത്തുക്കളിലും പറഞ്ഞത് മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെ വിസ്തരിച്ചു പറഞ്ഞു. വിസ്തരായച വേദാനാം എന്ന് പറയാം. ഇതിഹാസ പുരാണാഭ്യാം വേദം ഉപബൃംഹയേത്, അങ്ങനെയാണ് പറഞ്ഞത്. അപ്പോൾ വേദത്തിൽ പറഞ്ഞ കഥകളെ തന്നെ, വേദത്തിൽ പറഞ്ഞ കാര്യങ്ങളെ തന്നെ കുറച്ച് വിപുലമാക്കി അതിൽ രസമൊക്കെ ചേർത്ത് കഥയാക്കി എല്ലാവർക്കും മനസ്സിലാകുന്ന രീതിയിൽ, കുട്ടികൾക്ക് പോലും മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു ഫലിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു, വേദവ്യാസ ഭഗവാൻ സാധിച്ചു. അതാണ് അതിൻ്റെ സത്യം. അപ്പോൾ എന്താ വിഷയമെന്ന് ചോദിച്ചാൽ, നമ്മുടെ കുറേ കഥകളുണ്ട്. ഈ രൂപക രീതിയിൽ വന്ന കഥകൾ, തത്വബോധങ്ങളായിട്ടുള്ള കഥകളൊക്കെ ഓക്കെ, തത്വബോധം തന്നെയാണ് അതിലുള്ളത്, നേരിട്ട് നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിശയോക്തിയും രൂപകവും ഈ രണ്ടും ഭ്രമമുണ്ടാക്കും. നമ്മുടെ ഹിന്ദു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഈ ഭ്രമം ആയിരം വർഷങ്ങളായിട്ട് അങ്ങനെ തുടർന്നുകൊണ്ടേ ഉണ്ട്. കുറേ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, പിന്നെ കുറേ തെറ്റിദ്ധാരണകൾ, ഇങ്ങനെയൊക്കെയുള്ള കഥകൾ. അതിൽ പുരാണങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പുരാണങ്ങളിലെ ചില കഥകൾ വളരെ വികൃതമായ കഥകളായിട്ട് തോന്നും. സാധാരണ ശിഷ്ടരായിട്ടുള്ളവർക്ക് വാചാ പറയാൻ പോലും സാധിക്കാത്ത ചില പ്രവൃത്തികളും ചില കാര്യങ്ങളും ഒക്കെ കാണുന്നത് പോലെ കഥകളിൽ അതൊക്കെ ഉണ്ട്. പുരാണ കഥകളിൽ നമ്മുടെ ഇന്നത്തെ ധാർമ്മിക ബോധമനുസരിച്ച് അത്യന്തം വിരുദ്ധമായിട്ടുള്ള, നികൃഷ്ടമായിട്ടുള്ള, നീചമായിട്ടുള്ള കാര്യങ്ങളായിട്ടും നമുക്ക് തോന്നുന്നവയുണ്ട്. അപ്പോൾ ഈ രൂപക കൽപ്പനയിലുള്ള രസവും അതാണ്. ഈ രൂപകത്തെക്കുറിച്ച് പറഞ്ഞുവല്ലോ, രൂപകത്തിൻ്റെ പ്രത്യേകത, ഈ രൂപകം പറയുമ്പോൾ അതെന്തിന് പറയുന്നു, എന്ത് പറയുന്നു എന്ന് രൂപക കഥനത്തിൽ വരാൻ പാടില്ല. അങ്ങനെ വന്നാൽ ആ രൂപകത്തിൻ്റെ സൗന്ദര്യം പോയി, രൂപകത്തിൻ്റെ മാധുര്യം പോയി. അത് സസ്പെൻസായിട്ട് അതിലിരുന്നാൽ മാത്രമേ അതിൻ്റെ രസം ഉണ്ടാവുള്ളൂ. അത് നന്നായിട്ട് പ്രയോഗിക്കാൻ വേദവ്യാസന് അറിയാമായിരുന്നു. അദ്ദേഹം വലിയ സാഹിത്യകാരനാണ്. മഹാഭാരതം പോലുള്ള ഒരു സാഹിത്യകൃതി രചിച്ച ആളാണ്. ലോകത്ത് തന്നെ മഹാഭാരതത്തോളം തുല്യമായിട്ടുള്ള, അല്ലെങ്കിൽ അതിനോട്ട് കിടവിഴകുന്ന ഒരു സാഹിത്യം ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാകുകയുമില്ല. അത്ര വലിയ സാഹിത്യകാരനായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും അറിയാം ഈ രൂപകങ്ങൾ എങ്ങനെ സസ്പെൻസ് ത്രില്ലറാക്കി വെക്കണം, അതിനെ എങ്ങനെ മറച്ചു വെക്കണം എന്ന് കൃത്യമായിട്ടും അദ്ദേഹത്തിന് അറിയാം. അത് ആ വേദ പരമ്പരയിൽ തന്നെ അദ്ദേഹം അങ്ങനെ അത് തുടർന്നു എന്നാണ്. അതിൽ വരുന്ന ചില കഥകൾ അതാണ് പറയാൻ പോകുന്നത്. അതിൽ നിഗമകൽപ്പതരുവായിട്ടുള്ള ഭാഗവതം എന്ന വിഷയത്തിൽ ഈ കഥകളുടെ പുറകെയുള്ള വേദസംബന്ധം എന്താണ് നിങ്ങൾക്ക് ആശ്ചര്യം തോന്നും. ഇപ്പോൾ ചീരഹരണം എന്ന കഥ, വേദം എങ്ങനെയാണ് ചീരഹരണത്തെ പറയുക എന്ന് നിങ്ങൾ ചിന്തിക്കും. ചീരഹരണത്തിൻ്റെ പുറകെയും ഒരു വേദവാക്യമുണ്ട്. ആ വേദവാക്യത്തിൽ പറഞ്ഞ ഒരു വിശേഷ സംഗതിയെ കഥാരൂപത്തിൽ പ്രകടമാക്കിയിരിക്കുന്നതാണ് ചീരഹരണം. അതുപോലെ ബ്രഹ്മാവ് തൻ്റെ പുത്രിയെ വിവാഹം കഴിച്ചു, സന്താനങ്ങളുണ്ടാക്കി. ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ പറ്റുന്നതല്ല, നമുക്കല്ല ആർക്കും അംഗീകരിക്കാൻ പറ്റും. അത് സംഭവിച്ചു. അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു, ഇത് പറയുന്ന കഥ ശരിയാണോ, എല്ലാവർക്കും വരുമല്ലോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും പറയുക അതങ്ങനെ കഥയായിട്ട് പറയുന്നു, അതിൽ അങ്ങനെയൊന്നും സംഭവിക്കില്ല, അതിൽ പലതും കൽപ്പിക്കാനുണ്ട് എന്നൊക്കെ പറയും. പക്ഷെ വാസ്തവം എന്താണെന്നുള്ളത് അറിഞ്ഞിരിക്കണം. അതിൻ്റെ പുറകെയും വേദവാക്യമുണ്ട്. ഇത് വേദവ്യാസൻ സ്വന്തം ബുദ്ധി കൊണ്ട് എഴുതിയതല്ല, വേദവാക്യങ്ങളിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കാൻ അങ്ങനൊരു കഥയുണ്ടാക്കി, ആ രൂപകമുണ്ടാക്കി. ഇതൊക്കെ രൂപകങ്ങളാണ്, രൂപകങ്ങളും അതിശയോക്തിയും ചേർന്ന കഥകളാണ്. അതിലെ തത്വം കണ്ടുപിടിക്കണമെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ വേദത്തിലെ PhD ചെയ്യണം.
അല്ലെങ്കിൽ പറ്റില്ല. അതുപോലെ രാസലീല അല്ലേ? അപ്പോൾ ഇതൊക്കെ ഒന്ന് രണ്ടെണ്ണം കേൾക്കാം ഇനി അവസാനത്തെ ഭാഗമായിട്ട്. കാരണം എൻ്റെ വിഷയത്തിൻ്റെ ഒരു അവസാനത്തെ ഭാഗം അല്ലെങ്കിൽ ആ വിഷയത്തിൻ്റെ ഒരു സംബന്ധം എന്ന് പറയുന്നത് നിഗമക തൽപതരുവായിട്ടുള്ള ശ്രീമദ് ഭാഗവതം. അപ്പോൾ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ നമ്മൾ ഇത്രയും നേരം കേട്ടു. എല്ലാ ഉപനിഷത്തിലെ കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്, വേദതത്വം തന്നെയാണ് പറയുന്നത്, ഒരു സംശയവുമില്ല. അതൊക്കെ ഒന്ന് മനസ്സിലായി. ഇനി ഈ കഥകളിലാണ് എപ്പോഴും പ്രശ്നം ഉണ്ടാവുക. ഇപ്പോൾ ഇത്രയും കേട്ട് പോയാലും ഇനി 24 സത്രങ്ങളിലൂടെ കഴിഞ്ഞു. ഇനി ഇതുപോലൊരു 25 സത്രം കൂടി നമ്മൾ കേട്ടാലും ഈ കഥകളിലുള്ള വൈരുദ്ധ്യം, അതിനൊരു സമാധാനം ഉണ്ടാകുക ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതിലേക്ക് ചിന്തിക്കാൻ പറ്റുന്ന ചില വഴികളാണ് ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു കാര്യം പറയട്ടെ. ഈ വേദത്തിലെ പ്രതിപാദന രീതിയെ യാസ്കാചാര്യൻ തൻ്റെ നിരുക്തത്തിൽ പറഞ്ഞിരിക്കുന്നത് വേദത്തിലെ ഓരോ മന്ത്രത്തിനും ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായിട്ടുള്ള അർത്ഥങ്ങളുണ്ട്. ആ അർത്ഥങ്ങൾ വച്ച് വ്യാഖ്യാനിക്കാം എന്ന് നിരുക്തകാരനായിട്ടുള്ള, നിരുക്തം എന്ന് പറഞ്ഞൊരു വേദാംഗമാണ്, ആ വേദാംഗത്തിലെ നിരുക്തകാരനായിട്ടുള്ള ഇന്ന് നമുക്ക് ലഭിച്ചിട്ടുള്ള നിരുക്തം എന്ന് പറയുന്നത് യാസ്കാചാര്യൻ എഴുതിയ നിരുക്തം നിഘണ്ടുവാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിനർത്ഥം സാമാന്യമായി നമുക്ക് തോന്നുന്ന വേദമന്ത്രങ്ങളുടെ ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായ അർത്ഥമുണ്ട്. ഇത് നമുക്ക് മനസ്സിലാക്കേണ്ടതാണ്, അതിൻ്റെ ഒരു രീതി മനസ്സിലാക്കേണ്ടതാണ്. എല്ലാവരും തയ്യാറാണല്ലേ അല്ലേ? അപ്പോൾ ഈ മൂന്നും എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ആദ്യം ആദിഭൗതികം എന്ന് പറഞ്ഞാൽ മറ്റ് ഭൂതങ്ങളെ സംബന്ധിക്കുന്നത്. ഭൂതങ്ങളെന്ന് പറഞ്ഞാൽ ജീവികളെന്ന്, പ്രാണികളെന്നാണ് അർത്ഥം. ഈ പഞ്ചഭൂതങ്ങൾ എടുക്കരുത്. പഞ്ചഭൂതങ്ങൾ ആദി ദൈവികത്തിലാണ് വരുന്നത്. അപ്പോൾ ഒരു മനുഷ്യൻ, മറ്റൊരു മനുഷ്യൻ, പിന്നെ മറ്റ് ജീവികൾ, ഈ ജീവികളെ, പ്രാണികളെ സംബന്ധിക്കുന്നതാണ് ആദി ഭൗതികം. ആദി ദൈവികം എന്ന് പറഞ്ഞാൽ സൂര്യചന്ദ്രാദി പഞ്ചഭൂതങ്ങളൊക്കെ ഉൾപ്പെടുന്ന എല്ലാത്തിനെയും സംബന്ധിക്കുന്നത്, സമുദ്രം ഇതൊക്കെ ഉൾപ്പെടും അതിൽ. അതാണ് ആദി ദൈവികം. പിന്നെ അധ്യാത്മം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആത്മാവിനെ സംബന്ധിക്കുന്നത് നമ്മുടെ ശരീരവും നമ്മുടെ മനസ്സും പഞ്ചകോശങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന, സൂക്ഷ്മ ശരീരം സ്ഥൂല ശരീരം ഒക്കെ ഉൾപ്പെടുന്ന ആ സംഘാതത്തെയാണ്, ആ ശരീര സംഘാതത്തെയാണ് അധ്യാത്മമെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ആധ്യാത്മജ്ഞാനം, ആധ്യാത്മിക ജ്ഞാനം, ആധ്യാത്മിക പ്രഭാഷണം എന്നൊക്കെ അതിന് പറയുന്നത്. ആത്മാവിനെ സംബന്ധിക്കുന്നതെന്ന് അർത്ഥം. ആത്മാവെന്ന് പറഞ്ഞാൽ ശരീരാദികളെല്ലാം ഉണ്ട്. ഇവിടെ ബ്രഹ്മാവിൻ്റെ കഥ ഭാഗവതം സംബന്ധിച്ചാണ് നമ്മളിപ്പോൾ 2-3 ഉദാഹരണം ശേഷിച്ച സമയത്ത് നോക്കാൻ പോകുന്നത്. അതിൽ ഒരു ഉദാഹരണത്തെ വളരെ വിസ്തരിച്ച് പറയാം, മറ്റുദാഹരണങ്ങൾ അതുപോലെ മനസ്സിലാക്കുക, അതിൻ്റെ സൂചനകൾ മാത്രം പറയാനേ സാധിക്കുകയുള്ളൂ. ശ്രീമദ് ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായത്തിലാണ് ബ്രഹ്മാവിൻ്റെ പുത്രിയായിട്ടുള്ള സരസ്വതി, വാണി, വാഗ്ദേവി, അങ്ങനെ സരസ്വതി ബ്രഹ്മാവിൻ്റെ പുത്രിയാണ്. പുത്രിയായിട്ടുള്ള സരസ്വതി ദേവിയിൽ ആകൃഷ്ടനായി ബ്രഹ്മാവ് സരസ്വതി ദേവിയുടെ പുറകെ പോകുന്നതായിട്ടുള്ള കഥകളുണ്ട്. അപ്പോൾ അവിടെ പറഞ്ഞ വാക്കുകളും വാചകങ്ങളും ഒക്കെ ശ്രദ്ധിച്ചാൽ അങ്ങനെ തന്നെയാണ് തോന്നുക. സത്യത്തിൽ അങ്ങനെയാണ് സംഭവിച്ചതെന്ന് തന്നെയാണ് തോന്നുക. അപ്പം അങ്ങനെ ബ്രഹ്മാവ് ഈ ഒരു തെറ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, അങ്ങനെ ഒരു സംഗതി അവിടെ കാണുമ്പോൾ, അദ്ദേഹത്തിൻ്റെ പുത്രന്മാരായിട്ടുള്ള മരീചി ആദി ഋഷികൾ, ഭാഗവതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. മരീചി ആദി ഋഷികൾ ബ്രഹ്മാവിനെ അഭിസംബോധന ചെയ്ത് അച്ഛനോട് പറയുകയാണ്, എന്ത് തെറ്റായി ചെയ്യുന്നത്, ഇത് മഹാപാപമാണ്, ഇങ്ങനെ ചെയ്യാൻ പാടില്ല, സൃഷ്ടികർത്താവായ അങ്ങ് തന്നെ ഇതൊക്കെ ചെയ്താൽ സൃഷ്ടിയിലുള്ള മറ്റു പ്രാണികളൊക്കെ ഇത് ആവർത്തിക്കും, ഇത് മഹാ അപരാധമായിട്ട് ലോകത്ത് വരും, ഇതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ് എന്നൊക്കെ ശിഷ്യരും പുത്രരും എന്നാണെന്ന് വിചാരിച്ചോളൂ.
അങ്ങനെയുള്ള മരീചിയാദി ഋഷികൾ അവിടെ ഉപദേശിക്കുന്നതായിട്ട് ഭാഗവതത്തിൽ പറയുന്നുണ്ട്. ആ ഉപദേശം കേൾക്കുമ്പോൾ പിതാവായ ബ്രഹ്മാവിന് ലജ്ജ വന്നു, അത്യന്തം വ്രീഡിതനായി, ലജ്ജിതനായി. എന്നിട്ട് എന്താ ചെയ്തത്? ആ ശരീരം ഉപേക്ഷിച്ചു. അത്രയും, ഇപ്പോൾ നമ്മൾ പറയില്ല ആത്മഹത്യ ചെയ്തു, അത്രയും അപമാനമായിപ്പോയി. ഇത് ഞാൻ ചെയ്യാൻ പാടില്ലായിരുന്നു, ഇങ്ങനെയാണോ ഞാൻ എന്ന് ചിന്തിച്ച് അദ്ദേഹം ശരീരം ഉപേക്ഷിച്ചു എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ ആത്മഹത്യ ചെയ്തു എന്ന് തന്നെയാണ് അതിനർത്ഥം, അതിന് വേറെ അർത്ഥമൊന്നുമില്ല. അപ്പോൾ ശരീരം ഉപേക്ഷിച്ചു, അദ്ദേഹം വേറൊരു ശരീരം സ്വീകരിച്ചു, പിന്നെ അങ്ങനെ പോയി. അപ്പോൾ അത്രയും ദുഃഖം വന്നു എന്നർത്ഥം. അത്രയും ലജ്ജിതമായി. ഇതാണ് ഈ കഥ. ഇത് കൂടുതൽ വിശദമായിട്ട് ആ ഭാഗത്ത് തന്നെ നിങ്ങൾ നോക്കുക. ഈ കഥയിലുള്ള ആധ്യാത്മികവും ആദിഭൗതികവും ആദിദൈവികവുമായിട്ടുള്ള അർത്ഥമാണ് ഇതിലുള്ള രസം. ഇതൊരു രൂപക കഥയാണ്. ഇങ്ങനെയൊക്കെ സംഭവിക്കുക എന്നുള്ളതും തെറ്റാണ്. അങ്ങനെ സംഭവിച്ചു എന്ന് ചിന്തിക്കുന്നതും നമുക്കിഷ്ടമല്ല. അപ്പോൾ അതിനെ നമുക്ക് മാറ്റണം. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. ആ ഭാഗമൊക്കെ വായിക്കുമ്പോൾ നമുക്ക് തന്നെ ലജ്ജയില്ലാതെ വായിക്കാൻ പറ്റില്ല. നമുക്ക് തന്നെ നാണം തോന്നും, ഇതെങ്ങനെയാണ് വായിക്കുക, അല്ലേ? അങ്ങനെ തോന്നും. സാമാന്യമായിട്ടൊരു ബുദ്ധിയുള്ള ഒരാളിന് അത് വായിക്കുമ്പോഴൊക്കെ അങ്ങനെ തോന്നും, ഇത് ശരിയല്ലല്ലോ എന്ന്. അപ്പോൾ അതാണ് സ്ഥിതി. പക്ഷേ വാസ്തവത്തിൽ ഇനി അതിന് മാറ്റം വരും. കാരണം ഇതിൽ ഉപയോഗിച്ചിരിക്കുന്ന ടെക്നിക്ക് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വ്യാസഭഗവാന്റെ വലിയ കൗശലമാണ്. അതിനെക്കുറിച്ച് ആരോ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്, വ്യാസഭഗവാന്റെ ഈ കൗശലങ്ങളെയൊക്കെ കുറിച്ചിട്ട്. അതിൽ ആദ്യം തന്നെ ഇതിൻ്റെ ഒരു മൂലം നോക്കാം. ഇതായത് ഈ പ്രശ്നം ഇത് ഇന്നും ഇന്നലെയൊന്നും ഉണ്ടായതല്ല. ഇത് കുറേ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഉള്ളതാണ്. ബൗദ്ധന്മാരുടെ കാലത്ത്, ബുദ്ധമതം നന്നേ പ്രചാരത്തിലിരുന്ന കാലത്തും നമ്മുടെ വൈദിക ധർമ്മത്തിലെ ഇത്തരം വീഴ്ചകളെക്കുറിച്ച്, തെറ്റുകളെക്കുറിച്ച്, അപരാധങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ വൈരുദ്ധ്യങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ് പ്രചരിപ്പിച്ചിരുന്നു. നാട്ടുകാരോടുത്ത് പറയാറ്, നിങ്ങളുടെ പുസ്തകത്തിലൊക്കെ ഇത് ഇങ്ങനെയല്ലേ എഴുതി വച്ചിരിക്കുന്നത്, ഇതൊക്കെ ശരിയാണോ? വേദമൊക്കെ എങ്ങനെയാണോ എഴുതേണ്ടത്? ഇങ്ങനെയൊക്കെ ആരെങ്കിലും ചെയ്യുമോ? ഇപ്പോൾ ഇന്നത്തെ ചാർവാകരും നാസ്തികരും ഒക്കെ പറയുന്നത് പോലെ എപ്പോഴും നമ്മൾ കേൾക്കാറുണ്ടല്ലോ ഇതൊക്കെ. മറ്റു മതക്കാർ പറയും. അപ്പോൾ ഇപ്പോൾ മറ്റു മതക്കാർ പറയുന്നത് ഇപ്പോൾ തുടങ്ങിയതൊന്നുമല്ല, ഇത് ബുദ്ധമത കാലത്ത് തന്നെ ഇത് തുടങ്ങിയതാണ്. അന്നുണ്ടായിരുന്ന വലിയ വലിയ ആചാര്യന്മാർ ഈ ഗ്രന്ഥത്തിൻ്റെ ഭാഗം, ഇപ്പോൾ ഭാഗവതത്തിലായാലും, ഭാഗവതത്തിൽ മാത്രമല്ല മറ്റു പുരാണങ്ങളിൽ ഇത് വന്നിട്ടുണ്ട്. വേദത്തിൽ എന്താ പറഞ്ഞിരിക്കുന്നത്, വേദത്തിൻ്റെ ഉദ്ദേശം എന്താണ്, അതെങ്ങനെ പുരാണങ്ങളിൽ കഥാരൂപത്തിൽ ഇങ്ങനെയായി എന്നൊക്കെയുള്ള റിസർച്ച് ചെയ്ത് അവർ തന്നെ അതിന് സമാധാനം പറഞ്ഞിരിക്കുന്നു. ഇതിപ്പോൾ ഞാനൊരു സമാധാനം പറഞ്ഞാൽ അത് എൻ്റെ കൽപ്പനയാകും. ഞാനത് പറയാനും ആഗ്രഹിക്കുന്നില്ല. എനിക്ക് ചിലപ്പോൾ എൻ്റേതായിട്ടുള്ള സമാധാനം ഉണ്ടാവും, ഒരു ഉത്തരം ഉണ്ടാവും. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാവും. ചിലപ്പോൾ ഈ പല ആചാര്യന്മാരും സപ്താഹമൊക്കെ നടക്കുന്നവർ പല രീതിയിൽ ഉത്തരങ്ങൾ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ആധികാരികമായിട്ട്, അതായത് ഇതെങ്ങനെ ഉണ്ടായി, എവിടുന്നാണ് വേദവ്യാസ ഭഗവാൻ ഇതെടുത്തത്, അതെടുത്തിട്ട് എങ്ങനെ ഇത് കഥയാക്കി, ആ കഥയിൽ നിന്ന് അതിൻ്റെ ഉത്തരം എങ്ങനെ നമ്മുടെ പൂർവ്വ ആചാര്യന്മാർ, മഹാന്മാരായിട്ടുള്ള ആചാര്യന്മാർ, വൈദിക ആചാര്യന്മാർ ഇത് പറഞ്ഞിരിക്കുന്നു. അതാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പോൾ അതിൽ ആദ്യം തന്നെ വേദമൂലം നോക്കാം. ഇതിൽ വേദത്തിൽ എന്താണ് ഇത് സംബന്ധമായിട്ടുള്ള സൂചനയുള്ളത്. കാരണം നിഗമ തൽപ്പതരുമെന്നാണല്ലോ പറയുക. അപ്പോൾ കഥ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കഥയ്ക്ക് പിന്നിലും ഒരു വേദവാക്യം ഉണ്ടാകും. അതിൽ ഋഗ്വേദത്തിൽ ദശമമണ്ഡലത്തിൽ വരുന്നതുണ്ട്, പ്രജാപതി സ്വാം ദുഹിതരം അധ്യക്ഷത്. ഇതേ കഥയാണ് പറയുന്നത്. പ്രജാപതിയായിട്ടുള്ള ബ്രഹ്മാവ്, ആ ബ്രഹ്മാവ് സ്വാം ദുഹിതരം, തൻ്റെ തന്നെ പുത്രിയെ, ദുഹിത എന്ന് പറഞ്ഞാൽ പുത്രി എന്നർത്ഥം, പുത്രിയെ അധ്യക്ഷത്, പ്രാപിച്ചു. ഇത് ഋഗ്വേദത്തിൻ്റെ വാക്യമാണ്, അതുകൊണ്ട് അങ്ങനെ ഇരിക്കുള്ളൂ, സംക്ഷേപത്തിലേ ഉള്ളേ. രണ്ടാമത് ഐതിരേയ ആരണ്യത്തിൽ പ്രജാപതിർവൈ സ്വാം ദുഹിതരം അധ്യധായത്, അതേ കാര്യം തന്നെ പറയുന്നത്, ക്രിയാപദത്തിന് അല്പം മാറ്റമുണ്ട് എന്നുള്ളൂ. പ്രജാപതി ആയിരിക്കുന്ന ബ്രഹ്മാവ് തൻ്റെ പുത്രിയെ പ്രാപിക്കാനുള്ള ശ്രമം നടത്തി, അങ്ങനെ അത് പറയുന്നു. അതുപോലെ അഥർവവേദത്തിൽ പിതാദുഹിതുർ ഗർഭമധാത്, അഥർവവേദത്തിൽ നേരിട്ട് തന്നെ പറയുന്നുണ്ട്,
പിതാവ് തൻ്റെ പുത്രിയിൽ ഗർഭമുണ്ടാക്കി, ഗർഭമധാത് എന്ന് പറയുന്നു. അപ്പം ഇങ്ങനെ 3 വേദപ്രമാണങ്ങൾ ഇതിലുണ്ട്. ഇതാണ് വേദമൂലം. ഇനി ഇതിൻ്റെ അർത്ഥത്തിൽ നോക്കുമ്പോൾ ഈ പറഞ്ഞ 3 കാര്യങ്ങൾ വേദത്തിൽ തന്നെ ഉള്ളതുകൊണ്ട് അതിപ്പോൾ നമുക്ക് വേദവ്യാസൻ എഴുതിയെന്ന് പറയാൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളൊന്നും അദ്ദേഹത്തിൻ്റെതല്ല, അദ്ദേഹം അതിനെ കഥയാക്കി വ്യാഖ്യാനിച്ചു. അപ്പോൾ ഇത് വേദത്തിൽ എഴുതിയിട്ടുണ്ട്. ഈ വേദഭാഗം ആരെങ്കിലും വായിക്കുകയാണെങ്കിൽ ചൊല്ലും. സ്വാഭാവികമായിട്ടും വേദം ചൊല്ലുന്നവർ ഇതൊക്കെ ചൊല്ലുന്നതാണ്. പക്ഷെ അതിൻ്റെ അർത്ഥം അറിയാത്തതുകൊണ്ട് നമുക്കത് മനസ്സിലാവുന്നില്ല എന്നേ ഉള്ളൂ. ചൊല്ലുന്നവരാണ്. അങ്ങനെ ചൊല്ലുന്നവർക്ക് ഇതിൻ്റെ സാരം മനസ്സിലാക്കണമെന്നുണ്ടെന്ന് വെച്ചു. ഇതെങ്ങനെയാ ഇത് സംഭവിക്കുക? പിതാവ് എങ്ങനെയാ പുത്രിയിൽ ഗർഭമുണ്ടാക്കുക എന്ന് സംശയം വന്നാൽ അതിനെങ്ങനെയാ പറഞ്ഞ് മനസ്സിലാക്കുക എന്ന് വേദവ്യാസ ഭഗവാൻ ചിന്തിച്ചപ്പോൾ അത് സംബന്ധമായിട്ട് ഒരു യുഗത്തിൽ നടന്ന ആ കഥയെ അദ്ദേഹം അതുപോലെ ഇവിടെ വർണ്ണിച്ചു വെച്ചു. അപ്പോൾ വേദം പറഞ്ഞു കഴിഞ്ഞാൽ ആ സംഭവം അതുപോലെ അങ്ങനൊരു രീതിയിൽ ഉണ്ടാകുന്നുണ്ട്, ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു. എല്ലാ യുഗത്തിലും ഉണ്ടാകുന്നുണ്ട്, എല്ലാ സൃഷ്ടിയിലും ഉണ്ടാകുന്നുണ്ട്. അത് കഴിഞ്ഞ് കഥ മെനഞ്ഞു എന്ന് വിചാരിക്കരുത്. അങ്ങനെ ഉണ്ടാകുന്നുണ്ട്. അത് പ്രകൃതിയുടെ ചില നിയമങ്ങൾ. അപ്പോൾ ഇന്നും അങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ കഥകൾ അത്തരത്തിൽ വരുന്നുണ്ടല്ലോ, നിങ്ങളൊക്കെ കേൾക്കുന്നതാണ്. വളരെ ശിഷ്ടരായിട്ടുള്ള ആൾക്കാരുടെ കഥകളും നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഇത് എക്കാലത്തും പ്രകൃതിയിലെ ഏതൊക്കെയോ രൂപങ്ങളിൽ അങ്ങനെ ഉണ്ടായിരുന്നിരിക്കണം എന്ന് വിചാരിക്കാം. അപ്പം അതിൽ ഈ 3 അർത്ഥങ്ങളാണ്. ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്നുള്ളതിൻ്റെ 3 അർത്ഥങ്ങൾ പറയുമ്പോൾ അതിൽ ആദി ഭൗതികമായ അർത്ഥം ആദ്യം നോക്കണം. അതിൽ താണ്ഡ്യബ്രാഹ്മണത്തിൽ പ്രജാപതിർവൈ സവിതാ മരീചയ പുത്രാഹ. ഇപ്പം താണ്ഡ്യബ്രാഹ്മണത്തിൽ ഈ പ്രജാപതി ആരാണ് എന്ന്, അപ്പോൾ പ്രജാപതി പുത്രിയെ പ്രാപിച്ചു എന്നുള്ളത് കഥ. ഇത് രൂപകമാണ്. രൂപകത്തെയാണ് അങ്ങനെ പറയുന്നത്. എന്താണ് രൂപകം, എന്തിനു വേണ്ടിയാണ് ഈ രൂപകം എന്ന് ചോദിച്ചാൽ അതിനുത്തരമാണ് വേദത്തിൽ തന്നെ മറ്റ് സ്ഥലങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന പ്രജാപതി ആരാണ്? സവിതാവാണ്. സവിതാവ് എന്ന് പറഞ്ഞാൽ സൂര്യനാണ്. സൂര്യനാണ് ബ്രഹ്മാവ്, പ്രജാപതി. അപ്പോൾ ബ്രഹ്മാവ് സൂര്യനായി. ആ ബ്രഹ്മാവിൻ്റെ പുത്രന്മാരെന്ന് പറഞ്ഞല്ലോ. ആ പുത്രന്മാരിട്ടിരിക്കുന്ന പേരെന്താണ്? മരീചയ എന്നാണ്. മരീചികൾ അല്ലേ? ഈ മരീചി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ എന്താണെന്ന് അർത്ഥം അറിയാമോ? സാർത്ഥകങ്ങളാണ് ആ പദങ്ങളൊക്കെ. മരീചി എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിലെ കിരണങ്ങൾ എന്നാണ് അർത്ഥം. സൂര്യകിരണങ്ങളെ മരീചയ, അത് നിത്യ ബഹുവചനമാണ്. മരീചയ എന്നാണ് പറയുക. അപ്പോൾ കിരണങ്ങളെയാണ് അവിടെ മരീചി എന്ന് പറഞ്ഞത്. അപ്പോൾ സൂര്യൻ, ബ്രഹ്മാവ്, പ്രജാപതി, സൂര്യകിരണങ്ങൾ, മരീചികൾ. ഉഷ ആണ് പുത്രി. അതായത് പ്രാതക്കാലത്ത് ഉഷാകാലമില്ലേ, ഉഷാകാലമാണ് ബ്രഹ്മാവിൻ്റെ സരസ്വതി യാമം എന്ന് നമ്മൾ പറയുന്നു. ഈ സരസ്വതി എന്ന് പറഞ്ഞൊരു ദേവിയാണ്. സരസ്വതി എന്ന് പറഞ്ഞാൽ നദിയാണ്. സരസ്വതി എന്ന് പറഞ്ഞാൽ ഒരു യാമത്തിൻ്റെ പേരുമാണ്. ഒരു യാമം എന്ന് പറഞ്ഞാൽ 3 മണിക്കൂർ. സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പുള്ള, അല്ലെങ്കിൽ സൂര്യൻ ഉദിക്കുന്നത് അതിൻ്റെ അവസാനമാണ്. സരസ്വതി യാമത്തിൻ്റെ അവസാനമാണ് സൂര്യൻ ഉദിക്കുക. അപ്പോൾ അതിന് സരസ്വതി എന്ന പേരുണ്ട്. അപ്പോൾ 3 കഥാപാത്രങ്ങൾ നമുക്ക് കിട്ടിയല്ലോ. ആരൊക്കെയാണ്? ബ്രഹ്മാവ്, സൂര്യൻ, ഉഷ എന്ന് പറയുന്ന പ്രാതകാലം. സൂര്യൻ ഉദിക്കുന്നതിന് ആ സമയത്ത് ഉഷാകാലം എന്ന് പറയും. ഉഷാപാനം എന്നൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, ഉഷസന്ധ്യ. അപ്പോൾ ഉഷാകാലം. പിന്നെ മരീചികളെന്ന് പറയുന്നത് കിരണങ്ങളാണ്. അങ്ങനെയായി ഈ 3 കഥാപാത്രങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ അവരെന്താ ചെയ്തത്? ഇതിൽ ഭാഗവതം പറയുന്നത് നോക്കാം. ഭാഗവതത്തിൽ പറയുന്നത് താം ദിശോ ജഗുർ ഘോരാം നിഹാരം യദ്വിദുസ്തമഃ. ഞാൻ പറഞ്ഞല്ലോ, ആ കഥയുടെ മുൻപും പിൻപും വായിച്ചു നോക്കിയാൽ അവിടെ തന്നെ ആ കഥയിലുള്ള സാരത്തിൻ്റെ സൂചന കാണും. പക്ഷെ ഇത് പിടിക്കുക എന്നുള്ളത്
നല്ല ശ്രമമുള്ള കാര്യമാണ്. അതെന്താണ് സൂചിപ്പിക്കുന്നതെന്ന് ആ സംഗതി മനസ്സിലാവുന്ന നമുക്ക് മനസ്സിലാവും. ഇത് ഭാഗവതത്തിൽ അതേ അധ്യായത്തിൽ തന്നെയാണുള്ളത്. 3-ാമത്തെ സ്കന്ധത്തിലെ 12-ാമത്തെ അധ്യായം തുടങ്ങുന്ന ആ ഭാഗത്ത്. അത് കഴിഞ്ഞ് നേരത്തെ പറഞ്ഞതിൻ്റെ ഈ കഥയുടെ അവസാന ഭാഗത്തായിട്ട് വരുന്ന ചില ഭാഗങ്ങളുണ്ട്. ആ ഭാഗത്ത് ഇതിൻ്റെ സൂചനയുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചതെന്ന് ചോദിക്കാം. ഇനി അതിൻ്റെ രൂപകം പറയാം. അതായത് ഈ ഉഷക്കാലം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? ഉഷക്കാലത്തിൻ്റെ ജനനം ആര് നിമിത്തമായിട്ടാണ്? സൂര്യൻ നിമിത്തമായിട്ട്. കാരണം സൂര്യൻ വരുമ്പോഴാണല്ലോ ഉഷക്കാലം വരിക, അല്ലേ? അപ്പോൾ സൂര്യൻ പുറത്ത് വന്നിട്ടില്ല, സൂര്യൻ കാണാറായിട്ടില്ല, എന്നാൽ സൂര്യൻ വന്നുകൊണ്ടേയിരിക്കുന്നു. അപ്പോഴാണ് ഉഷക്കാലം വരിക. അപ്പോൾ ആദ്യം വരുന്നത് ആരാണ്? ഉഷക്കാലം. ആ ഉഷക്കാലത്തിൻ്റെ ജനകൻ ആരാണ്? സൂര്യനാണ്. ബ്രഹ്മാവ് ജനകൻ എന്ന് പറയുന്നതിന് സ്ഥാനത്ത് ഇപ്പോൾ നമ്മൾ സവിതാവ് ജനകനായിട്ട് പറയുന്നു. അപ്പോൾ ഇതിൽ രണ്ടുപേരുമായി. ഇനി സംഭവിക്കുന്നത് ഇപ്പോൾ നമ്മൾ ഉദയദിക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ ഉഷക്കാലത്ത് ഈ പ്രകാശം ഇങ്ങനെ പരക്കുമ്പോൾ പ്രകാശം ഇങ്ങനെ മുന്നിലേക്ക് പരന്നു പോകുന്നതായിട്ട് കാണാൻ നമുക്ക് സ്പഷ്ടമായിട്ട് കാണാൻ പറ്റും. അത് നിമിഷങ്ങളാണെങ്കിലും അങ്ങനെ കാണാൻ പറ്റും. സൂര്യൻ അതിൻ്റെ പുറകെ വരുന്നതായിട്ടും കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഉഷക്കാലം മുന്നേ പോകുന്നു, സൂര്യൻ പുറകെ വരുന്നു, അങ്ങനെ പുറകെ വന്നുകൊണ്ടേയിരിക്കുന്നു. ഈ അങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നതിനെയാണ് തൻ്റെ പുത്രിയുടെ പുറകെ പിതാവ് ഓടിയെന്ന് പറഞ്ഞത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇതൊരു സാഹിത്യ ഭാഷയിൽ വർണ്ണിക്കുന്നതാണ്. ഇത് ഞാൻ വീണ്ടും പറയുന്നത് എൻ്റെ കൽപ്പനയല്ല, അതിന് വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കുന്നുണ്ട് ഇവിടെ. അപ്പോൾ അത് അങ്ങനെ ഒരു സംഗതിയെ രോചകമായിട്ട് ആകർഷകമായിട്ട്, ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ കുട്ടികൾക്കൊരു ശീലമുണ്ട്, അവർ പേരൊക്കെ സ്പെല്ലിങ് തെറ്റിച്ചെഴുതും ആകർഷണത്തിന് വേണ്ടിയെന്ന്. അപ്പോൾ ഒരു വൈരുദ്ധ്യമായിട്ട് കാണിച്ചാൽ അതും ഒരു ആകർഷണമാണ്. അത് സാഹിത്യത്തിൽ അനുവദനീയമായിട്ടുള്ള ആകർഷണമാണ്. അങ്ങനെ ഉദിക്കുന്ന സൂര്യൻ ഈ പ്രകാശത്തിൻ്റെ പുറകെ പോകുന്നതായിട്ട് തോന്നും. അങ്ങനെ ആ പ്രകാശം പുറകെ പോകുമ്പോൾ കിരണങ്ങളുണ്ടാകും, കൂടുതൽ കിരണങ്ങളുണ്ടാവും. അങ്ങനെയാണ് ഈ മരീചിയാദി പുത്രന്മാരുണ്ടായത്. ഈ മരീചിയാദി പുത്രന്മാർ എന്ന കിരണങ്ങളാണ്. ആ മരീചി ശബ്ദത്തിന് അർത്ഥം തന്നെ കിരണൻ എന്നാണ്. പ്രജാപതി എന്നുള്ളതിന് സവിത എന്ന് വേദം തന്നെ അർത്ഥം പറഞ്ഞിട്ടുണ്ട്. ഇത് നിരുക്തത്തിൽ നോക്കിയാൽ പ്രജാപതി ശബ്ദത്തിന് സവിത എന്നാണ് ആദ്യം പറഞ്ഞിരിക്കുന്ന അർത്ഥം. അപ്പം അങ്ങനെ ആ അർത്ഥവും നിരുക്തവും അതിൻ്റെ താത്പര്യവും നോക്കി, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ വേദവ്യാസൻ ആദ്യം PhD എടുത്തത് വേദത്തിലാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന ഓരോ കാര്യത്തിൻ്റെയും പിന്നിലെ അർത്ഥം നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ, എവിടെയെങ്കിലും നമുക്ക് അർത്ഥം തിരിഞ്ഞില്ല എങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, തിരിച്ച് വേദത്തിൽ പോയി വേദാംഗങ്ങളെ നോക്കുക. അപ്പോൾ അർത്ഥം തിരിയും. എന്താണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞത്? അപ്പോൾ അങ്ങനെ സംഭവിക്കുന്ന ആ സംഭവത്തെ ഒരു കലാപരമായിട്ട്, അല്ലെങ്കിൽ നമ്മുടെ ഒരു ലൗകിക ഭാഷയിൽ അവിടെ പിതാവിനെയും പുത്രനെയും പുത്രിയെയും ഒക്കെ കൽപ്പിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞു. അങ്ങനെ ബ്രഹ്മാവിൻ്റെ മുകളിൽ വലിയൊരു ആരോപം, ഒരു തെറ്റുണ്ടാക്കി. പക്ഷേ ഇത് നേരിട്ട് തന്നെ അവിടെ പറഞ്ഞിരിക്കുന്നതാണ്. പക്ഷേ ഭാഗവതത്തിൽ എന്ത് ചെയ്തു എന്ന് ചോദിച്ചാൽ, അതാണ് ഭാഗവതത്തിൻ്റെ വീണ്ടുമുള്ള മറ്റൊരു അപൂർവത. ഭാഗവതത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, അത് പൂർണ്ണമായിട്ടും അങ്ങനെ അങ്ങ് വച്ചില്ല, അതിനെ പച്ചയ്ക്ക് അങ്ങനെ വച്ചില്ല. പിന്നെ എന്ത് ചെയ്തു? അതിന് പ്രായശ്ചിത്തമായിട്ട് അപ്പം തന്നെ ശരീരത്യാഗം ചെയ്യുന്നു എന്ന ഒരു സംഗതി കൂടി അതിൽ ചേർത്തു. അല്ലെങ്കിൽ പിന്നെ ആ ഭാഗം വായിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. വേദത്തിലാണെങ്കിൽ നേരിട്ട് പറഞ്ഞോളൂ, ഈ ശരീരം ത്യജിച്ചു, ഈ മരീചികൾ ബ്രഹ്മാവിന് ഉപദേശിച്ചു എന്ന് വേദം പറഞ്ഞിട്ടില്ല. വേദത്തിൽ വാക്യം എവിടെയും ആ ഭാഗങ്ങളിലൊന്നും വാക്യം കാണുന്നില്ല. പക്ഷെ അത് വേദവ്യാസ ഭഗവാൻ അതിനോട് യോജിപ്പിച്ച് അതിനെ കുറച്ചുകൂടി ഒന്ന് മിതമാക്കി, ഒന്ന് മയപ്പെടുത്തി വച്ചു. അപ്പോൾ അങ്ങനെ അയാൾ പാപം ചെയ്തതിൻ്റെ ഫലം അപ്പം തന്നെ അയാൾക്ക് അനുഭവിക്കേണ്ടി വന്നല്ലോ, നമുക്ക് സമാധാനമായി, നമുക്ക് വായിക്കുന്നതിൽ ബുദ്ധിമുട്ടില്ല എന്നുള്ളത്. ഇതാണ് ഭാഗവതത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന രീതി. അങ്ങനെ എല്ലാ സ്ഥലത്തും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ രാസലീലയെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, രാസലീലയുടെ എന്തൊക്കെ പ്രശ്നങ്ങളാണോ നമ്മൾ പറയുന്നത് അതിനെല്ലാം പരിഹാരം അതത് സ്ഥലങ്ങളിൽ തന്നെ വേദവ്യാസൻ ഓരോരോ ശ്ലോകങ്ങളും പകുതി ശ്ലോകങ്ങളും ഒരു പാദമൊക്കെ പറഞ്ഞ് അത് പറഞ്ഞിട്ടുണ്ട്. അത് ശ്രദ്ധിക്കുന്നവർ, അങ്ങനെ ചിന്തിക്കുന്നവർക്ക് അതിനുള്ള ഉത്തരം അവിടെ കിട്ടും. ഇപ്പം ഞാൻ രാസലീലയെക്കുറിച്ച് പറയുമ്പോൾ എല്ലാ പദങ്ങളും അതിൻ്റെ ഉത്തരങ്ങളെല്ലാം തന്നെ ശ്രീമദ് ഭാഗവതത്തിൽ നിന്ന് എടുത്താണ് പറഞ്ഞത്, അതിൽ നിന്ന് മാത്രമാണ് പറഞ്ഞത്. അതങ്ങനെ തന്നെ ഇപ്പോൾ എൻ്റെ അടുത്ത് നോട്ടുണ്ട്, അതങ്ങനെ തന്നെയുണ്ട്.
അതല്ലാതെ ഒന്നും പുറത്തു കൊണ്ടുവരേണ്ട കാര്യമില്ല. കാരണം നമ്മൾ ഈ ചിന്തിക്കുന്ന പ്രശ്നം അന്ന് അദ്ദേഹം എഴുതിയപ്പോൾ അദ്ദേഹം വേദവ്യാസൻ സർവജ്ഞനല്ലേ. അദ്ദേഹം ഈ ലോകത്തെ വരുന്ന കലിയുഗത്തിൻ്റെ മുഴുവൻ ഗുണങ്ങളും ദോഷങ്ങളും നേരിട്ട് കണ്ടിട്ടാണ് ഭവിഷ്യപുരാണങ്ങളും ഗരുഡ പുരാണങ്ങളും ഒക്കെ എഴുതിയത്. അത്രയും വലിയൊരു മഹാത്മാവിനെ എങ്ങനെയാണ് അങ്ങനെ ഒരു സാധനം എഴുതി വിട്ടാൽ ഇവർ പോയിട്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ വായിച്ച് മനസ്സിലാക്കി പ്രശ്നം ഉണ്ടാക്കുന്നവർ അദ്ദേഹം അറിയില്ലേ. അപ്പം അതിന് പരിഹാരം അവിടെ തന്നെ പറഞ്ഞു. പക്ഷെ അത് ആ സാഹിത്യ രീതി പറയുമ്പോൾ അതിൽ സസ്പെൻസ് ഉണ്ടാവും, അതിലൊരു ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ ബോധമുള്ളവർ തിരിച്ചറിയുക, അത്രേ ഉള്ളൂ. അങ്ങനെ കഥയുണ്ടാക്കി ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കണല്ലോ. അത് കഴിഞ്ഞ് ഈ പാപം വന്നു, ദോഷം വന്നു. ഈ ദോഷപരിഹാരം വന്ന് അദ്ദേഹം ശരീരം ത്യജിച്ചു എന്ന് പറഞ്ഞു. ഭഗവത് അനുസരിച്ച് ശരീരം ത്യജിച്ചു. ശരീരം ത്യജിച്ചിട്ട് എങ്ങോട്ടാണ് പോയത്? ശരീരം പോയത് എങ്ങനെയാണെന്ന് ആദ്യം പറയുന്നുണ്ട്. നീഹാരം യദ്വിദുസ്തമഹ. നീഹാരം എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ മൂടൽമഞ്ഞ് അല്ലേ? മൂടൽമഞ്ഞ്. അപ്പോൾ ഉദയം വന്നു വരുമ്പോൾ ഇപ്പോൾ മഞ്ഞുകാലമാണല്ലോ. മഞ്ഞുകാലത്ത് മൂടൽമഞ്ഞ് ഉണ്ടെങ്കിൽ ആ മൂടൽമഞ്ഞ് ഇങ്ങനെ പറന്നു പോകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ ആ ബ്രഹ്മാവ് ത്യജിച്ച ശരീരമാണ് ആ കറുത്ത ശരീരം. തമഹ എന്നാണ് പറയുന്നത്, പാപമായിട്ടുള്ള ശരീരം. ആ കറുത്ത ശരീരമാണ് മൂടൽമഞ്ഞായിട്ട് കാർമേഘമായിട്ട് ഇങ്ങനെ പോകുന്നതെന്നാണ് ഭാഗവതം പറയുന്നത്. അപ്പോൾ കഥ പൂർണ്ണമായി. അയാൾ വന്നു, തെറ്റ് ചെയ്തു, ആ തെറ്റിന് പരിഹാരമായി അയാൾ ശരീരം ത്യജിച്ചു. ആ ശരീരം ഇതോ പോകുന്നു. താം ദിശോ ജഗൃഹു ഘോരാം നീഹാരം യദ് വിദുസ്തമഹ. ഈ പദം ശ്രദ്ധിക്കുന്നവർക്ക് മനസ്സിലാകും, നീഹാരവുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു കഥ ഇതിൻ്റെ പുറകെ ഉണ്ട്. അല്ലാതെ ഇത് ബ്രഹ്മാവല്ല. മൂടൽമഞ്ഞ് എങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ശരീരമാവുക? ബ്രഹ്മാവിൻ്റെ ശരീരം എങ്ങനെ മൂടൽമഞ്ഞായെന്ന് ചിന്തിച്ചാൽ ഈ കഥയുടെ ഒരു ട്രേസ് കിട്ടും. അങ്ങനെയാണ് നമ്മളിവിടെ എത്തിപ്പെടുന്നത്. ഇത് നോക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, കുറേ സമയം എടുക്കും അതൊക്കെ ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു കഥ ശരിക്ക് പറഞ്ഞു തന്നിരിക്കുന്നത് കുമാരില ഭട്ടൻ എന്ന് പറഞ്ഞൊരു മഹാപണ്ഡിതനുണ്ടായിരുന്നു മീമാംസാ ദർശനത്തിൻ്റെ. നിങ്ങൾ കേട്ടിരിക്കും കുമാരില ഭട്ടനെ കുറിച്ച്. ശങ്കരാചാര്യ സ്വാമിജികളുടെ ദിഗ്വിജയ ജീവചരിത്രത്തിൽ ഈ കുമാരില ഭട്ടൻ്റെ കഥ വരുന്നുണ്ട്. ശങ്കരാചാര്യ സ്വാമിജികൾ അന്ന് കർമ്മകാണ്ഡത്തെ നിരാകരണം ചെയ്യാൻ കണ്ടെത്തിയ അല്ലെങ്കിൽ അന്നത്തെ വലിയ വിദ്വാനായിരുന്നു കുമാരില ഭട്ടൻ. അദ്ദേഹമായിട്ട് വാദം ചെയ്യാൻ പോയി. പക്ഷേ ചില കാരണങ്ങൾ കൊണ്ട് അദ്ദേഹം ചില പ്രായശ്ചിത്ത കർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുന്നത് കൊണ്ട് വാദം ചെയ്യാൻ സാധിച്ചില്ല. അദ്ദേഹമാണ് മീമാംസാ ദർശനത്തിന് വ്യാഖ്യാനം എഴുതിയിട്ടുള്ളത്. ശ്ലോകവാർത്തികം, തന്ത്രവാർത്തികം, ടിപ്പു ടീക്ക എന്ന് പറഞ്ഞ മീമാംസാ ദർശനത്തിൻ്റെ 2750 സൂത്രങ്ങൾക്ക് അദ്ദേഹം വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. അദ്ദേഹം ബുദ്ധമത കാലത്ത് അല്ലെങ്കിൽ ബുദ്ധന്മാരുടെ ഈ വേദസംബന്ധമായിട്ടുള്ള ആക്ഷേപങ്ങൾക്ക്, അവരുടെ വിരുദ്ധവാദങ്ങൾക്ക് അവിടെ സ്ഥാനങ്ങളിൽ മറുപടി പറഞ്ഞിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ ഉദ്ധരിച്ച ഈ കാര്യങ്ങൾ വേദത്തിലുള്ളതാണ്. അപ്പോൾ വേദത്തിലുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹം ഭാഗവതത്തെ ഒന്നും ഉദ്ധരിച്ചിട്ടില്ല. പക്ഷേ വേദത്തിൽ പറഞ്ഞതിൻ്റെ സമാധാനം പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഭാഗവതത്തിൽ വന്നിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്യങ്ങൾ ഞാൻ ഉദ്ധരിക്കാം. ഈ കാര്യത്തിലാണ്, അതായത് പ്രജാപതി തൻ്റെ ദുഹിതാവിനെ പ്രാപിച്ചു എന്നുള്ളതിൻ്റെ കഥയാണ് പറയുന്നത്. ഈ സംഗതി തന്നെയാണ്. എന്താണ്? പ്രജാപതി സ്ഥാവത്ത് പ്രജാപാലന അധികാരാത് ആദിത്യയേവ ഉച്ചത. ഇവിടെ പ്രജാപതി എന്ന് പറഞ്ഞാൽ പ്രജകളെ പാലിക്കുന്നത് കൊണ്ട്, കാരണം ആദിത്യനാണ് പ്രജകളെ പാലിക്കുന്നത്, അതുകൊണ്ട് പ്രജാപതി ആദിത്യനാണ്. സച അരുണോദയവേലായാം ഉപസമുദ്യതേ. അപ്പോൾ ആ ആദിത്യൻ എന്താ സംഭവിക്കുക? അരുണോദയ സമയത്ത്, ഉഷാകാലത്ത് ഇങ്ങനെ മുകളിലേക്ക് വരുന്ന സമയത്ത് ആ പ്രകാശം പുറത്തേക്ക് വരും. തഥാ ഗമനാദേവ ഉപജായതേ ഇതി. ആ അങ്ങനെ പുറത്തേക്ക് വരുന്ന പ്രകാശം മുന്നിലേക്ക് പോണതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. ഉഷായുടെ ഉണ്ടായ പ്രകാശം അവിടെ നിന്ന് ഇങ്ങനെ ഉയർന്ന് മുന്നിലേക്ക് പോകുന്നു, പരക്കുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. സൂര്യൻ പുറകെ ഓടുന്നതായിട്ട്. കവികൾക്ക് എന്തും കാണാം. കവികളോട് ഇന്നതേ കാണാൻ പാടുള്ളൂ, ഇന്നത് കാണാൻ പാടില്ല എന്ന് പറയാൻ പറ്റില്ല. ക്രാന്തദർശന, കവയ ക്രാന്തദർശന എന്ന് പറയും. അപ്പോൾ എന്തെങ്കിലും കണ്ട് അവരെന്തെങ്കിലും പറഞ്ഞാൽ അത് നമ്മൾ കേട്ടുകൊള്ളുക, അതിലെ സാഹിത്യം എന്താണെന്ന് അനുഭവിച്ചു കൊള്ളുക. ഇപ്പോൾ വീണപൂവ്, കുമാരനാശൻ ഒരു വീണപൂവ് എഴുതി. ഒരു വാടിക്കിടക്കുന്ന
ഒരു പുഷ്പം കണ്ടിട്ട് അദ്ദേഹം വലിയൊരു കവിത എഴുതി. നമ്മൾ എത്രയോ കാലമായിട്ട് വാടിക്കിടക്കുന്ന എത്രയോ പുഷ്പങ്ങളെ കണ്ടിരിക്കുന്നു. എപ്പോഴെങ്കിലും നമുക്ക് ഒരു കവിതയോ ഒരു വാക്കോ അല്ലെങ്കിൽ എന്തെങ്കിലും അതിനെക്കുറിച്ച് പറയാൻ തോന്നിയിട്ടുണ്ടോ? അത് നമ്മൾ ചൂലെടുത്ത് അടിച്ചു വാരിക്കളയലാണ്. അതാണ് കവികളും നമ്മളുമായിട്ടുള്ള വ്യത്യാസം. അവർ ക്രാന്തദർശികളാണ്. നമ്മൾ കാണുന്നതല്ല അവർ കാണുന്നത്. ചന്ദ്രനെ കണ്ടുകൊണ്ട് എത്രയോ കവികൾ എന്തൊക്കെ എഴുതി. അംഗം കേ വിസശങ്കിരേ ജലനിധേ പങ്കം പരേ മേനിരേ സാരംഗം കതിജിത് ജസംജഗിതിരേ ഭൂച്ചായ മൈച്ഛൻ പരേ ഇന്ദൗ യത് ദലിതേന്ദു ശ്യാമം ദരീദൃശ്യത്തെ തത് പീതം ദിവി അന്ധതമസം കുക്ഷിസ്തമാചക്ഷ്മഹേ. ഇത് ചന്ദ്രനിൽ കാണുന്ന ആ ഒരു കറുത്ത കളറുണ്ടല്ലോ, ഇടയ്ക്കിടയ്ക്ക് ഒരു കറുത്ത കളർ, ഇങ്ങനെ ഒരു കറുത്ത പാട് മാതിരി കാണുന്നതിനെ ഓരോരോ കവികൾ പറഞ്ഞതിനെ സംഗ്രഹിച്ചതാണ്. ഒരു കവി പറഞ്ഞു, അംഗം കേവി സസങ്കിരെ ജലധിദേഹ പങ്കം. ഇത് പണ്ട് അവിടെ സമുദ്രം ഉണ്ടായിരുന്നു, ചന്ദ്രൻ്റെ ഉള്ളിലേ സമുദ്രം ഉണ്ടായിരുന്നു. ആ സമുദ്രം വറ്റിപ്പോയി, കുറേ കാലം കഴിഞ്ഞ് വറ്റിപ്പോയി. അങ്ങനെ ഇപ്പോൾ സയൻസും പറയുന്നുണ്ടല്ലോ വറ്റിപ്പോയി എന്ന്. അപ്പോൾ അങ്ങനെ ഒരു കവി കണ്ടു, വറ്റിപ്പോയപ്പോൾ അതിൻ്റെ അടിയിൽ ഈ വറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ വെള്ളം തീർന്നു പോയി കഴിഞ്ഞാൽ പിന്നെ ചെളി ഉണ്ടാവുമല്ലോ, ചെളി, പങ്കം. അത് പണ്ട് സമുദ്രമുണ്ടായിരുന്നു, സമുദ്രമെല്ലാം വറ്റിക്കഴിഞ്ഞ് അതെല്ലാം ബാഷ്പമായി പോയി കഴിഞ്ഞ് ശേഷിച്ച പങ്കമാണ്, ചെളിയാണ് ആ കാണുന്നതെന്ന് ഒരു കവി പറഞ്ഞു. സാരംഗം കതിജിത് സംഗതിരെ. മറ്റുള്ളവർ പറഞ്ഞ് അങ്ങനെയല്ല, കാളിദാസനാണ് അങ്ങനെ പറഞ്ഞത്. കാളിദാസൻ പറഞ്ഞ് അതെ, ചന്ദ്രൻ്റെ ആ ശോഭ കണ്ട് ആ ചന്ദ്രനിൽ പ്രവേശിച്ച ഒരു മാനാണ്, ഇടമാനാണെന്ന് പറഞ്ഞു, കലമാനാണെന്ന് പറഞ്ഞു. അങ്ങനെയാണ് കാളിദാസൻ വർണ്ണിച്ചിരിക്കുന്നത് കുമാരസംഭവത്തിലൊക്കെ. അതിനെക്കുറിച്ചൊരു വയലാർ ഒരു ഇതോടെ എഴുതി, പാട്ടും എഴുതിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കവി കണ്ടു, സാരംഗം സഞ്ജഗിതിരെ. പിന്നെ മറ്റൊരു മൂന്നാമത്തെ കവി പറഞ്ഞു, അതൊന്നുമല്ല, ഇവരൊക്കെ പറയുന്നത് തെറ്റ്, അങ്ങനെയൊന്നുമല്ല. ഭൂ ഛായം ഐച്ഛൻ പരെ. അത് ഭൂമിയുടെ ഛായയാണ് എന്ന് പറഞ്ഞാൽ നിഴലാണ്. കാരണം രാത്രിയാവുമ്പോൾ സൂര്യൻ അപ്പുറത്ത് പോവും, ഭൂമിയുടെ അപ്പുറത്ത് പോവും. അപ്പോൾ എന്താണ്, ഇരുട്ടാവും. ഇരുട്ടാവുന്ന സമയത്ത് ഭൂമിയുടെ നിഴല് ചന്ദ്രനിൽ പതിച്ചതാണ്, അതിൻ്റെ റിഫ്ലക്ഷൻ അതിൽ കാണുന്നതാണെന്ന് മൂന്നാമത്തെ ആൾ പറഞ്ഞു. ഇനി ഇടയ്ക്ക് ശരിയായിട്ടുള്ള ആൾ പറയാൻ പോകുന്നത് നാലാമതാണ്. അപ്പോൾ നാലാമത്തെ ആൾ പറയുകയാണ്, ഈ കവിത എഴുതിയ ആൾ പറയുകയാണ്, ഇവരൊന്നും പറഞ്ഞതൊന്നും ശരിയല്ല, ഈ കവികളൊന്നും പറഞ്ഞത് അവർക്കൊന്നും മനസ്സിലായിട്ടേ ഇല്ല, അങ്ങനെയൊന്നുമല്ല. എന്താണ് ആ കാണുന്നതെന്ന് ചോദിച്ചാൽ, അതെ, രാത്രി നല്ല കൂരാങ്കുരുട്ടി ഇരുട്ട്, ആ കൂരിരുട്ടിൽ ചന്ദ്രോദയം വരും അല്ലേ? ചന്ദ്രോദയം വരുമ്പോൾ എന്താ സംഭവിക്കുക? ഇരുട്ട് അല്പം കുറയില്ലേ? അപ്പോൾ ഇയാൾ പറയണത് എന്താണെന്ന് വെച്ചാൽ, അതെ, ഈ ചന്ദ്രോദയം ഉണ്ടാകുമ്പോൾ ആ ഘനരൂപമായിട്ടുള്ള ഇരുട്ട്, അതിൽ നിന്ന് കുറച്ച് ഇരുട്ടെടുത്ത് ചന്ദ്രൻ ഭക്ഷിക്കും, ശാപ്പിടും. അങ്ങനെ ചന്ദ്രൻ ശാപ്പിട്ട ആ ഇരുട്ടുണ്ടല്ലോ, അത് ചന്ദ്രൻ്റെ ഉദരത്തിൽ കാണും. അപ്പോൾ നമ്മൾ അത് കാണാൻ പറ്റുന്നു. അങ്ങനെ ചന്ദ്രൻ രാത്രി ഭക്ഷിച്ചതായിട്ടുള്ള ഇരുട്ടാണ് ചന്ദ്രൻ്റെ വയറിൽ കാണുന്നതാണ്, അങ്ങനെ കറുത്തത് കാണുന്നത്. അതാണ് ശരിയെന്നായിരുന്നു പറഞ്ഞു. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും കൽപ്പിക്കാം. അപ്പോൾ കവികളുടെ കൽപ്പന എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെ ഉണ്ടാവുക. അങ്ങനെ ഇവിടെയും വേദം കൽപ്പിച്ചതിനെ ഈ രീതിയിൽ കഥയായിട്ട് കൊണ്ടുവന്നു. തദ്ദുഹിതത്വേന വ്യപദിശ്യത്തെ. അങ്ങനെ ആ ഉഷസ്സിനെയാണ് ദുഹിതയാവിട്ട് പറയുന്നത്. തസ്യാംച അരുണകിരണാഖ്യ ബീജ നിക്ഷേപാത്. അങ്ങനെയുള്ള ആ ഉഷസ്സിൽ അരുണകിരണമാകുന്നത് ബീജമാണ് എന്ന് വച്ചാൽ, ആ ബീജം നിക്ഷേപിച്ചത് കൊണ്ടാണ് പിന്നെ കൂടുതൽ കിരണങ്ങൾ, കൂടുതൽ പ്രകാശമുണ്ടായത് എന്ന് വ്യാപിക്കുന്നു. അതുകൊണ്ടാണ് സ്ത്രീ പുരുഷ ഉപചാര. അതുകൊണ്ടാണ് ഇവിടെ സ്ത്രീ പുരുഷ ഉപചാരം എന്ന് പറഞ്ഞാൽ അങ്ങനെ കഥയായിട്ട് പറഞ്ഞത്, സ്ത്രീ പുരുഷ സംയോഗമായിട്ട് പറഞ്ഞത്. വാസ്തവത്തിൽ ഇതാണ് സത്യമെന്ന് തന്ത്രവാർത്തികത്തിൽ കുമാരില ഭട്ടൻ പറഞ്ഞിട്ടുണ്ട്. ഇത്തരം കഥകളുടെ, കുറേ കഥകളുടെ, വേദത്തിൽ വന്ന കഥകളുടെയൊക്കെ സത്യം അത് പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും അതിൽ നോക്കാൻ, ഇത്തരം കഥകളുടെ സാരം നിങ്ങൾക്ക് അറിയണമെങ്കിൽ അവിടെ നോക്കാവുന്നതാണ്. പലതും അവിടെ നിന്നാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അങ്ങനെ അതിൻ്റെ ഒരു സൂചന, അതെങ്ങനെ പറയണമെന്ന്. പിന്നെ അത് കണ്ടിട്ട് മറ്റ് ആചാര്യന്മാരും ഇതിൽ കുറച്ചുകൂടിയൊക്കെ വിസ്തരിച്ച് പറയുന്നുണ്ട്. ഇതുപോലെ തന്നെ
ചന്ദ്രൻ്റെയും താരയുടെയും കഥ, അരുന്ധതിയുടെ കഥ, ഇങ്ങനെയുള്ള ഒരുപാട് കഥകളുണ്ട്. ഇതെല്ലാം ജ്യോതിഷപരമായിട്ടും സത്യമായിട്ടും നടക്കുന്ന സംഭവങ്ങളെ വർണ്ണിക്കാനുള്ള ചില കഥകളാണ്. ഇനി ഇവിടെ ഞാൻ പറഞ്ഞല്ലോ ഈ 3 ആധ്യാത്മികാദിഭൗതികങ്ങളുണ്ടെന്ന്, അതുകൂടി ഒന്ന് സൂചിപ്പിക്കാം. ഇപ്പോൾ എല്ലാ കഥയും പറയാനുള്ള അവസരം നമുക്കില്ല. ഇനിയൊരു സന്ദർഭത്തിൽ ഇത്തരം കഥകളുടെ മാത്രം പറയാം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും കഥകളിൽ ഇത്തരം സംശയമുണ്ടെങ്കിൽ അതുകൂടി പറയാൻ. ഇപ്പോൾ അടുത്ത നമ്മുടെ സത്രം വരുന്നത്, അടുത്ത സെക്ഷൻ വരുന്നത് 2 മണിക്ക് ശേഷം ചോദ്യോത്തരമാണ്. ഇനി ഇത്തരം കഥകളിൽ ഏതെങ്കിലുമൊക്കെ കഥകളിൽ ഇനിയും നമുക്ക് സംശയമുണ്ട് എന്നുണ്ടെങ്കിൽ അതെനിക്ക് എഴുതി തരിക. ഞാൻ പോയിട്ട് കുറച്ച് ശ്രമം നടത്തിയിട്ട് അതെല്ലാം ഇത്തരത്തിൽ കണ്ടെത്തി കൊണ്ടുവരാം. കണ്ടെത്തി കുറേ വച്ചിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ ഏതെങ്കിലുമൊക്കെ നമുക്ക് കിട്ടാത്തതൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർമ്മയുണ്ടാവും. കാരണം നമ്മൾ ചിന്തിക്കുന്നത് നിങ്ങൾ ചിന്തിക്കുന്നത് വേറെയാണല്ലോ. അപ്പോൾ ഈ കഥ എന്താണ് ഇങ്ങനെ ആയിപ്പോയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരവുണ്ട് എന്നർത്ഥം. അപ്പോൾ ആദിദൈവികമായ അർത്ഥം ആദ്യം നോക്കാം. അതിൽ തൈത്തരീയ ആരണ്യകത്തിൽ പറഞ്ഞ കഥയാണ് ആദ്യം. ആദിദൈവികമായത് എന്ന് പറഞ്ഞാൽ ഈ ഭൂതങ്ങളെ, പഞ്ചഭൂതങ്ങളെ സംബന്ധിച്ചത്. ബ്രഹ്മാഭവത് സ്വയം സ നൈവ രേമേ സ ഇമാമേവാത്മാനം ദ്വിധാ അപാദയത് തതഃ പതിശ്ച പത്നീച്ച ഭവതാം തതോ മനുഷ്യാഃ ജായന്ത ദ്വിധാ കൃതാത്മനോ ദേഹമർദ്ധേന പുരുഷോഭവത് അർദ്ധേന നാരീ തസ്യാം ജ വിരാജമസൃജത്. ആദിദൈവികമായ രീതിയാണ്. ഇത് കേട്ടുകൊള്ളാം. നേരത്തെ ഞാൻ ഗൃഹസ്ഥാശ്രമത്തെക്കുറിച്ചൊക്കെ പറഞ്ഞുവല്ലോ. അതിൽ ഞാൻ എന്താ പറഞ്ഞത്? ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒന്നാണ്, രണ്ടുപേരെ ഒന്നായിട്ടാണ് കണക്കാക്കുക. അങ്ങനെയാണ് 33 ദേവന്മാരെ കുറിച്ച് പറയുമ്പോൾ ദേവിമാരുടെ പേര് പറയാത്തത്. അല്ലാതെ അവിടെ പുരുഷ സ്ത്രീ ഭേദമുണ്ടെന്ന് അങ്ങനെയൊന്നുമല്ല. അതുകൊണ്ട് എല്ലാ കർമ്മങ്ങൾക്കും അധികാരി രണ്ടുപേരും ചേർന്നിരുന്നാൽ ചെയ്യാൻ പറ്റുള്ളൂ, എന്നാലേ ഫലം കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞുവല്ലോ. അതിൻ്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തൈത്തരീയ ആരണ്യകത്തിൽ, അതുപോലെ തന്നെ ശുക്ലയജുർവേദത്തിലെ ബൃഹദാരണ്യക ഉപനിഷത്തിലും വരുന്നുണ്ട്. എന്താണ്? ബ്രഹ്മ ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒന്നായിരുന്ന ബ്രഹ്മ അഭവത്ത്, ബ്രഹ്മാവായിട്ട് മാറി. ആദ്യം ബ്രഹ്മാവായി എന്ന് വെച്ചാൽ ത്രിദേവന്മാരുണ്ടായി എന്നർത്ഥം. സൃഷ്ടിയുടെ ക്രമത്തിൽ അതൊക്കെ നിങ്ങൾ കേട്ടിട്ടുള്ളതാണ്. സൃഷ്ടിയുടെ ക്രമത്തിൽ ഒരു തത്വത്തിൽ നിന്ന് അനേകം തത്വങ്ങൾ ഉണ്ടായാണല്ലോ വരിക. അങ്ങനെ ഉണ്ടായ ബ്രഹ്മാവ് ഒരാളായി, ബ്രഹ്മാവ് ഒറ്റയ്ക്കായി. അപ്പോൾ ഒറ്റയ്ക്കിരുന്ന് നോക്കിയപ്പോൾ സംഗതി ഒന്നും നടക്കുന്നില്ല, സൃഷ്ടിയൊന്നും നടക്കുന്നില്ല. ആർക്ക് വേണ്ടി സൃഷ്ടി, എങ്ങനെ സൃഷ്ടി, എന്തൊന്നും നടക്കുന്നില്ല. അതിലൊരു വ്യവസ്ഥ വരുന്നില്ല. സവൈ നൈവരേമേ ഏകാകീ ന രമതേ എന്ന് പറയും. ഒറ്റയ്ക്കിരിക്കുന്നവന് ആനന്ദമില്ല. അങ്ങനെ ഒറ്റയ്ക്കിരിക്കുന്നവൻ സ്വയം രമിക്കുന്നില്ല എന്ന് വെച്ചാൽ ആനന്ദമില്ല എന്നാണ് അർത്ഥം. അങ്ങനെ ഒറ്റയ്ക്കിരുന്ന് മുഷിഞ്ഞപ്പോൾ ബ്രഹ്മാവ് ആലോചിച്ചു, എന്തായാലും സൃഷ്ടി വിസ്തരിക്കണം. ഈ ഒറ്റയ്ക്കിരുന്നുള്ള പരിപാടി അത്ര ശരിയാവില്ല, അത് അത്രയൊരു ഇൻട്രസ്റ്റിംഗ് ഇല്ല. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം ദ്വിതീയമൈച്ഛത്, രണ്ടാമതൊന്നും ഉണ്ടാകട്ടെ എന്ന് വിചാരിച്ചു, ഉണ്ടാകണം എന്ന് വിചാരിച്ചു. അപ്പോൾ ഈ രണ്ടാമത് ഉണ്ടാകണമെങ്കിൽ എവിടെ നിന്ന് കൊണ്ടുവരും? കാരണം ബ്രഹ്മാവ് മാത്രമേ ഉള്ളൂ, രണ്ടാമതൊരാളില്ല. അപ്പോൾ എന്താ ചെയ്തത്? അപ്പോൾ ചെയ്തതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. എന്താ ചെയ്തത്? സ ഇമമേവ ആത്മാനം ദ്വിധാ വിഭാജയത്. തൻ്റെ തന്നെ ശരീരത്തെ, ബ്രഹ്മാവ് തൻ്റെ തന്നെ ശരീരത്തെ പകുതി വച്ച് അർദ്ധനാരീശ്വരനായി രണ്ടായിട്ട് വിഭജിച്ചു. കാരണം വേറെ മെറ്റീരിയലൊന്നും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല, ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ രണ്ടായിട്ട് വിഭജിച്ചു. അപ്പോൾ എന്തായി? ഇനി ഇവിടെ നോക്കാം. ഇത് ആദിദൈവികമായിട്ടുള്ള ഒരു പ്രക്രിയയാണ്. ഇതിലെ സൃഷ്ടിയുടെ ഭാഗത്ത് നിന്ന് വന്നു. ഇപ്പോൾ ഈ രണ്ടാമത്തെ ആളെ ഉണ്ടാക്കിയത് ആരാണ്? ബ്രഹ്മാവാണ്. അതിൽ ആദ്യത്തെ ഒരു ഭാഗം, ഇടതുഭാഗം ബ്രഹ്മാവ് സ്വയമായി പുരുഷനായി. രണ്ടാമത്തെ ഇടതുഭാഗം സ്ത്രീയായി. അപ്പോൾ ഈ സ്ത്രീയുടെ ഉത്പത്തി എവിടുന്നാ? ബ്രഹ്മാവിൽ നിന്ന് തന്നെയാണ്. ആ ബ്രഹ്മാവ് അവിടെ ഉണ്ടല്ലോ. ബ്രഹ്മാവ് പുരുഷനായിട്ട് ശേഷിക്കുകയും ആ ബ്രഹ്മാവിൽ നിന്ന് തന്നെ ഉണ്ടായ സ്ത്രീയെ സ്ത്രീയായിട്ട് കൽപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ബ്രഹ്മാവ് അച്ഛനാണ് എന്ന് പറയാം. ആ ദൃഷ്ടിയിൽ ബ്രഹ്മാവ് അച്ഛനാകുകയും രണ്ടാമതുണ്ടായ ഭാഗം സ്ത്രീയാകുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ, അച്ഛനെന്നല്ലെന്ന് നോക്കുകയാണെങ്കിൽ എന്താണ്? അവർ സഹോദരന്മാർ, ട്വിൻസാണ്, ഇരട്ടകളല്ലേ? കാരണം ഒരു പുരുഷനും ഒരു സ്ത്രീയും. അപ്പം അങ്ങനെ നോക്കിയാലും പ്രശ്നമാണ്.
കാരണം സഹോദരി സഹോദരന്മാർ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ലല്ലോ. ഇനി അച്ഛനാണെന്ന് കരുതിയാലും പ്രശ്നമാണ്. പക്ഷെ വേറെ വഴിയൊന്നുമില്ല, കാരണം ഒന്നിൽ നിന്നാണ് രണ്ടും ഉണ്ടായത്. അപ്പം അങ്ങനെ രണ്ട് വിഭാജനം ചെയ്ത് രണ്ട് ഭാഗത്തേക്ക് മാറ്റി. ഇത് ശതപഥ ബ്രാഹ്മണത്തിലുണ്ട്, അതുപോലെ മനുസ്മൃതിയിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഈ എന്താണ് സ്ത്രീ പുരുഷന്മാരുടെ സ്വഭാവം എന്ന് പറയുമ്പോൾ രണ്ടും ഒരുമിച്ചുണ്ടായതാണ്. ദ്വിധാ കൃത്വ ആത്മനഃ എന്ന് പറയുന്നുണ്ട്. സ്വയം തന്നെ രണ്ടായിട്ട് വിഭജിച്ച് രണ്ട് ഭാഗമാക്കി മാറ്റി. അതിനുശേഷം അങ്ങനെ ആദ്യം രണ്ട് ഭാഗമായി, ദേവന്മാരായി, പ്രജാപതി കശ്യപാതി പ്രജാപതികളുടെ രൂപത്തിലായി മനുഷ്യ സൃഷ്ടി വന്നു. അതുപോലെ തന്നെ എല്ലാ ജീവികളിലും ഈ രണ്ട് ഭാഗമായിട്ട് സ്ത്രീ പുരുഷന്മാരായിട്ട് ഉണ്ടാക്കി വിട്ടു. എന്നിട്ട് സമയാസമയങ്ങളിൽ സൃഷ്ടി ചെയ്യേണ്ട വ്യവസ്ഥയും ഉണ്ടാക്കി. അപ്പം ഇതിൽ ഒരു ബ്രഹ്മാവിൽ നിന്ന് വന്നതുകൊണ്ട് തന്നെ ഇതെല്ലാം അങ്ങനെയാണ്. അതുകൊണ്ട് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കൂളിലൊക്കെ പറയാറുണ്ടല്ലോ, ഭാരതീയരെല്ലാവരും സഹോദരി സഹോദരന്മാരാണ് എന്ന് പറഞ്ഞിട്ടാണ് കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു സഹോദരിയെ വിവാഹം കഴിക്കുന്നത്. അപ്പോൾ അവിടെ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ, ഇപ്പോൾ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയുന്നു, അതാണ് സത്യം. കാരണം ഇപ്പോൾ അയാൾ വിവാഹം കഴിച്ചിട്ടില്ല, കുട്ടിയാണ്, അയാൾ ഒറ്റയ്ക്കേ ഉള്ളൂ. അതുകൊണ്ട് വാസ്തവത്തിൽ ഭാരതീയരായിട്ടുള്ള എല്ലാവരും സഹോദരി സഹോദരന്മാരാണ്. പക്ഷെ അത് ടെക്നിക്കലി തെറ്റാണ്. അങ്ങനെ ചിന്തിച്ചാൽ ഈ പറഞ്ഞതുപോലുള്ള തെറ്റ് തന്നെയാണ് അവിടെ ചെയ്യുന്നത്. അപ്പോൾ ഒരുമിച്ച് സഹോദരി സഹോദരന്മാരാണെന്ന് ഒരുമിച്ച് പ്രാർത്ഥിച്ചവർ പിന്നീട് അതേ സ്കൂളിലും അതേ ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്നവരുണ്ടാവുമല്ലോ, പിന്നീട് അവർ തന്നെ ഭാര്യ ഭർത്താക്കന്മാരായി മാറുന്നുണ്ട്. അപ്പോൾ എന്താ സംഭവിച്ചത്? നേരത്തെ സഹോദരി സഹോദരന്മാരാണെന്ന് പറഞ്ഞ് തെറ്റാണോ എൻ്റെ അർത്ഥം? അല്ല. അപ്പം അവിടെ ജെനറ്റിക്കലി, അതായത് ബയോളജിക്കലി ഉള്ള സഹോദരി സഹോദരന്മാരുടെയും ഭാവാത്മകമായ രീതിയിലുള്ള സഹോദരി സഹോദരന്മാരുടെയും പ്രത്യേകതയുണ്ട് എന്നാണ് നമ്മളവിടെ മനസ്സിലാക്കേണ്ടത്. സ്വാഭാവികമായിട്ടും അദ്ദേഹം പണ്ട് രാമകൃഷ്ണ മിഷനിൽ ഉണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ആരെങ്കിലും ബ്രഹ്മചാരികൾ ഇതേപോലെ ജിജ്ഞാസുക്കളൊക്കെ വന്നാൽ, ഞാൻ കാണുന്ന അവസാന കാലം വരെ 96 വയസ്സിലാണ് അദ്ദേഹം സമാധിയായത്, അതുവരെ അങ്ങനെയായിരുന്നു. ആരെങ്കിലും വന്നാൽ എനിക്ക് അത് പഠിക്കണം, ഇത് പഠിക്കണം, വേദാന്തം പഠിക്കണം, ശാസ്ത്രം പഠിക്കണം എന്നൊക്കെ പറയുമ്പോൾ ആദ്യം അദ്ദേഹം പറയുക, ഈ സ്കൂളിൽ പോയിട്ടുണ്ടല്ലോ, അപ്പോൾ സ്കൂളിൽ പോയിട്ടുണ്ട്, ആ സ്കൂളിൽ ചെയ്യുന്ന ഒരു പ്രാർത്ഥനയില്ലേ, എല്ലാ സ്കൂളിലും, ഭാരതത്തിലെ എല്ലാ സ്കൂളിലും ചെയ്യുന്നുണ്ട് അതത് ഭാഷകളിൽ, ആ പ്രാർത്ഥന ശരിക്കൊന്ന് പഠിക്കുക. എന്നിട്ട് അത് നന്നായിട്ട് മനനം ചെയ്യുക. അത് മനനം ചെയ്ത് വന്നാൽ എല്ലാം ശരിയാവും. ഇത് പറഞ്ഞാൽ ഇപ്പോഴും ആൾക്കാരുണ്ട് അത് പറഞ്ഞ് അതുപോലെ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ പ്രാർത്ഥന ഓർമ്മയുണ്ടാവുക, അത് പഠിക്കുക, അത് കഴിഞ്ഞ് അങ്ങനെ ഉണ്ടാവുക. അതുപോലെ സ്വാമിജി പറയും, ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ എല്ലാവരും കുട്ടികളോട് ഒന്ന് പറഞ്ഞു വെക്കണം. എന്താണ്? എല്ലാ ഭാരതീയരും എൻ്റെ സഹോദരി സഹോദരന്മാരാണ് ഒന്നൊഴികെ എന്നുകൂടി അതിൽ ചേർക്കണമെന്ന് അദ്ദേഹം പറയാറുണ്ട്. അതായത് അത് മനസ്സിൽ പറഞ്ഞാൽ മതി, കാരണം അല്ലെങ്കിൽ അത് തെറ്റാണല്ലോ. അതുകൊണ്ട് ഒന്നൊഴികെ എന്ന് അവിടെ ചേർക്കുക, അങ്ങനെ അഭ്യസിക്കണമെന്ന് പറയുന്നത്. അതൊക്കെ സ്വാമിജിമാരുടെ ഓരോ തമേസാണ്. പക്ഷേ അതാണ് അതിൻ്റെ സത്യം. അങ്ങനെയാണ് അതിൻ്റെ വ്യവസ്ഥ വരണം. അതാർക്കും തെറ്റായിട്ട് തോന്നുന്നില്ല. അതുപോലെയാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. സൃഷ്ടിയുടെ ആദ്യകാലത്തിൽ അങ്ങനെ ആയിരുന്നു. അവർ തന്നെയാണ് പല രീതിയിലും മാറിയത്. ഇത് നമ്മുടെ ഹിന്ദു മതമല്ല, മറ്റു മതങ്ങളും അങ്ങനെയാണ് പറയുന്നത്. ക്രിസ്ത്യാനിറ്റിയിലും അല്ലെങ്കിൽ ഇസ്ലാമിലും ഒക്കെ, അതുപോലെ ജൂതിസത്തിൽ, എല്ലാത്തിലും ആദമെന്നും ഹൗവ എന്നും ഒക്കെയുള്ള കൺസെപ്റ്റ് ഉണ്ട്. വേറെ പേരുകളിൽ പറയുന്നുവെന്ന് മാത്രം. അവരെല്ലാം അങ്ങനെ തന്നെയാണ്. ആദ്യകാലത്തുണ്ടായിരുന്ന രണ്ടുപേര്, അത് സഹോദരി സഹോദരന്മാരാണെന്ന് പറയാം, അല്ല എന്ന് പറയാം. എങ്ങനെയായാലും അവരാണ് പിന്നെ സൃഷ്ടി ഉണ്ടാക്കിയത്. അപ്പോൾ ഒന്നിൽ നിന്ന് രണ്ടുണ്ടായി, രണ്ടിൽ നിന്ന് അനേകമുണ്ടായി. ഇത്രയേ ഉള്ളൂ കഥ. ഇതാണ് അതിൻ്റെ ആ ദൈവികമായ രീതി. ഇനി ആധ്യാത്മികമായ രീതി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണല്ലോ. ഈ കഥയ്ക്കൊരു ആധ്യാത്മിക അർത്ഥമുണ്ട്. അതിന് വേദം എന്താ പറയുന്നത്? മന ഏവ ബ്രഹ്മ പ്രജാപതിർവൈ മനഃ വാഗ്വൈ സരസ്വതി. അപ്പോൾ ആധ്യാത്മികത്തിൽ വരുമ്പോൾ മനസ്സ്, ബ്രഹ്മാവ് ആരാണ്? മനസ്സ്. മനസ്സ് തന്നെയാണ് ബ്രഹ്മാവെന്ന് ശതപഥ ബ്രാഹ്മണവും ഗോപഥ ബ്രാഹ്മണവും കൗശീതകി ബ്രാഹ്മണവും ഒക്കെ പറയുന്നുണ്ട്.
മനോഹവൈ പൂർവം വാചോ യദ്ദി മനസ അഭിഗച്ഛതി തദ്വാചാ വദതി സ പ്രജാപതി വാചം അയച്ഛത്. അവിടെയും ഈ കഥ തന്നെയാണ് പറയുന്നത്. അപ്പോൾ എന്താ അവിടെ കഥയെന്ന് ചോദിച്ചാൽ, മനസ്സുകൊണ്ട് ചിന്തിച്ചതാണല്ലോ വാക്കുകൊണ്ട് പറയുക. വാക്കാരാണ്? വാഗ്വൈ സരസ്വതി. വാക്കിൻ്റെ പേരാണ് സരസ്വതി എന്ന്. ഈ സരസ്വതി ജനിക്കുന്നത് എവിടെ നിന്നാണ്? മനസ്സിൽ നിന്ന്. അപ്പോൾ മനസ്സാകുന്ന ബ്രഹ്മാവിൽ നിന്ന് ജനിക്കുന്ന സരസ്വതി അത് മനസ്സിൻ്റെ പുത്രിയായി എന്ന് വെച്ചോളൂ. ജനിച്ചു എന്ന് പറയുമ്പോൾ നമ്മൾ പുത്രി എന്നാണല്ലോ വിചാരിക്കുക. അങ്ങനെ മനസ്സും വാക്കാകുന്ന സരസ്വതി എന്തായി? പിതാവും പുത്രിയുമായി. പക്ഷേ അത് കഴിഞ്ഞ് സംഭവിക്കുന്നത് എന്താണ്? വാക്ക് പറയുന്നത് എന്തിനാ? വാക്ക് പറയുന്നത് മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്നത്, മനസ്സ് പറയാൻ ആഗ്രഹിക്കുന്ന കാമം, ആഗ്രഹം, അതാണല്ലോ വാക്ക് പറയുക. നോക്കൂ എത്ര ക്ലിയർ ആയിട്ടാണ് കഥ ഉണ്ടാക്കിയിരിക്കുന്നത്. നോക്കൂ, നമ്മൾ ഈ കഥ കേട്ടിട്ട് പെട്ടുപോകുന്നതിന് കാരണം നമുക്ക് ഈ ലൗകിക ചിന്ത മാത്രമേ ഉള്ളൂ. നമ്മളൊരു സ്ത്രീയെയും പുരുഷനെ കുറിച്ച് സംസാരിച്ചാൽ അതിൽ ആദ്യം നമ്മുടെ തോട്ടിൽ വരിക ലൗകിക ചിന്തയാണ്. അതിൻ്റെ ആധ്യാത്മികമോ ആധിഭൗതികമോ മറ്റൊന്നും ചിന്തിക്കാൻ നമുക്ക് സമയമില്ല. അത് കുട്ടികളാകട്ടെ വയസ്സായവരാകട്ടെ എന്താവട്ടെ, ലൗകിക ചിന്ത തന്നെയാണ് പറയുക. അടൽ സൊള്ളി എന്ന് പറയുന്നത് അതേ നമുക്ക് ചിന്തിക്കാൻ സാധിക്കൂ. അങ്ങനെയാണ് ഈ അർത്ഥം അറിയാതെ നമ്മൾ കുടുങ്ങിപ്പോകുന്നത്. അതിനാണ് ഈ സാഹിത്യകാരന്മാരും അതുപോലെ ഇതേപോലെ ഇങ്ങനെയൊക്കെ രസാവഹമായിട്ട് എഴുതുന്നവരുമൊക്കെ നമ്മളെ ആകർഷിക്കുന്നതും അതിലാണ്. ഇപ്പം മൊത്തം എന്താ പറയുക, മീഡിയ നടക്കുന്നത് അതിനെ ബേസ് ചെയ്താണ്. കാരണം അത് നമ്മുടെ പ്രാകൃതികമായ ഒരു വീക്ക്നെസ്സാണ്, കുറവാണ്. അതിലാണ് ഇതൊക്കെ നിൽക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ചിന്തിക്കൂ, വേറൊരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല. അപ്പം ഇവിടെ എന്താണ് വാക്ക്? ആ വാക്കിലെ വാക്കും ബ്രഹ്മാവും, ആ വാക്കിലെ ബ്രഹ്മാവാകുന്ന മനസ്സ് ചിന്തിക്കുന്നതായിട്ടുള്ള കാമം, ആ കാമം എന്ന് പറഞ്ഞാൽ ആ മനസ്സിൽ പറയാൻ ആഗ്രഹിക്കുന്ന വസ്തു, അതെവിടെയാണ് സമർപ്പിക്കുക, എവിടെയാണ് നിക്ഷേപിക്കുക? വാക്കിൽ നിക്ഷേപിക്കുന്നു. അതിനെയാണ് അവിടെ ഗർഭാധാനമായിട്ട് പറഞ്ഞിരിക്കുന്നത്. വാക്കിൽ നിക്ഷേപിച്ചു. അപ്പോൾ വാക്ക് എന്ത് ചെയ്തു? അതിനെ നന്നായിട്ട് വളർത്തി പൊലിപ്പിച്ച് വെളിയിൽ പറഞ്ഞു. അങ്ങനെയാണ് ഐതരേയ ബ്രാഹ്മണത്തിൽ ഈ കഥ ശരിക്ക് വിസ്തരിപ്പിച്ചിരിക്കുന്നത്. ഇത് തന്നെ പുരാണത്തിലും പറയുന്നു, ഭാഗവതത്തിൽ ഇത് പറയുന്നു. ഭാഗവതത്തിൻ്റെ കഥയാണല്ലോ നമ്മൾ പറയുന്നത്. ഈ കഥയെ ഭാഗവതത്തിൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ പറഞ്ഞ ചരിത്രമൊക്കെ ഭാഗവതത്തിലെ 3-ാമത്തെ സ്കന്ധം 12-ാമത്തെ അധ്യായത്തിലെ 28-ാമത്തെ ശ്ലോകം, വാചം ദുഹിതരം തന്വീം സ്വയം ഭൂഹസ് ഹരതിം മനഃ അകാമാം ചക്രമേക്ഷത്തഃ സകാമ ഇതി നശ്രുതം. അപ്പോൾ ഇവിടെ വാക്കിനെയും ബ്രഹ്മാവിനെയും രണ്ടുപേരെയും കൊണ്ടുവന്ന് വാചം ദുഹിതരമാണ് എന്ന് പറഞ്ഞു. അതിൽ ബ്രഹ്മാവ് തൻ്റെ ആഗ്രഹങ്ങളെ, തൻ്റെ കാമത്തെ, കാരണം ഈ ആഗ്രഹം, ഇച്ഛ എന്ന് പറയുമ്പോൾ അതിന് കാമം എന്നും അർത്ഥമുണ്ട്, കാമം ഒന്ന് വേറൊരർത്ഥമുണ്ട്. ആ അർത്ഥത്തെ പോലെ തന്നെ സാമാന്യ അർത്ഥത്തിൽ ഇച്ഛ എന്നും അർത്ഥമുണ്ട്. അപ്പോൾ കാമം ചെയ്തു എന്ന് പറഞ്ഞാൽ രണ്ടർത്ഥവും സ്വീകരിക്കാം. അങ്ങനെ അവിടെ ആ അർത്ഥം സ്വീകരിച്ചാൽ അങ്ങനെ മതിയാവില്ല. അപ്പോൾ ഭാഗവതത്തിൽ തന്നെ അത് പറയുന്നുണ്ട്. ഇതുപോലെ ആധ്യാത്മികമായുള്ള അർത്ഥം, ആദി ഭൗതികമായിട്ടുള്ള അർത്ഥം, അതാണ് ആദ്യം പറഞ്ഞത്, ഉഷസ്സിൻ്റെ ഉത്പത്തിയും അതൊക്കെ. ആദി ദൈവികമായുള്ള അർത്ഥം, അതാണ് ബ്രഹ്മാവ് തന്നെ, ഒരു ബ്രഹ്മാവ് തന്നെ പല രൂപത്തിലായി പലതായി പ്രകടമായി എന്ന് പറഞ്ഞത്. ആധ്യാത്മികമായിട്ടുള്ള അർത്ഥവും സ്വീകരിക്കാം. ഉപനിഷത്തുക്കൾ ഇതേ കാര്യം തന്നെ, ഇപ്പോൾ ബൃഹദാരണ്യക ഉപനിഷത്തിലും ഛാന്തോക്യ ഉപനിഷത്തിലും മറ്റ് പല ഉപനിഷത്തിലും ചെറിയ ഉപനിഷത്തിലൊക്കെ ഇതേ കാര്യം തന്നെ പല രീതിയിലും ആധ്യാത്മിക രീതിയിൽ പറഞ്ഞു വച്ചിട്ടുണ്ട്. ഈ കഥ ഇപ്പോൾ ഞാൻ പറഞ്ഞ സ ഏകാഗീന രമതേ ദ്വിതീയമൈച്ഛത് എന്നൊക്കെ ഉള്ളത് ബൃഹദാരണ്യക ഉപനിഷത്തിലുള്ളതാണ്. അപ്പോൾ ആ ഒരു സൃഷ്ടിയുടെ ആദ്യകാലത്തെ വർണ്ണിക്കുമ്പോൾ അങ്ങനെ ചേർത്ത് വർണ്ണിക്കുന്നു. ഇങ്ങനെ ഓരോ കഥകളിലും ആ കഥയുടെ പൂർവാപരം നോക്കി ആ കഥയ്ക്കുള്ളിൽ തന്നെയുള്ള രഹസ്യം അവിടെ പറഞ്ഞിട്ടുണ്ട്. ഇതുപോലെ വാമന അവതാരം, ഇതുപോലെ ചീരഹരണം, ഇങ്ങനെയുള്ള കഥകളൊക്കെ ഏതൊക്കെയുണ്ട്. രാസലീലയെക്കുറിച്ച് നേരത്തെ നമ്മൾ പറഞ്ഞു. ഇപ്പോൾ സമയം വൈകി, അപ്പോൾ ഈ ഒരു കഥയോടുകൂടി ഇവിടെ അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുന്നു.
പക്ഷേ ചീരഹരണത്തിൻ്റെ ഒരു സൂത്രം ഞാൻ പറഞ്ഞു തരാം. പറയണ്ടേ അത്? കാരണം അത് നിങ്ങൾ ഉദ്ദേശിക്കാത്തൊരു സൂത്രമാണ്. സസ്പെൻസിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് നമുക്ക് പറയാം. അപ്പോൾ ചീരഹരണത്തിൽ എന്താണ് കഥ എന്ന് ചോദിച്ചാൽ അതിൽ വേദമോ വേദാന്തമോ ഒന്നും കൊണ്ടുവരാനുള്ള യാതൊരു ചാൻസും നമ്മുടെ ദൃഷ്ടിയിൽ അവിടെ കാണുന്നില്ല. അതില്ല എന്ന് തന്നെ പറയാം. അങ്ങനെ ഇല്ല. അവിടെ ഉള്ളത് വേദത്തിൽ വിഹിതമായിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞാൽ ഒരു ചെയ്യാൻ പാടില്ലാത്ത കാര്യം എന്നർത്ഥം. ആ നിയമത്തിന് വിരുദ്ധമായിട്ട് അവിടെ നടന്ന തെറ്റിനെ തിരുത്താൻ വേണ്ടിയിട്ട് കുട്ടികളായിരുന്ന കൃഷ്ണനും കൂട്ടരും പിന്നെ കന്യകകളായിരുന്ന അല്ലെങ്കിൽ കൊച്ചുകുട്ടികളായിരുന്ന ആ കന്യകമാരും ഗോപി കന്യകമാരും ഇവർ കുട്ടിക്കളികൾ പോലെ, നമ്മൾ കുട്ടിക്കളി എന്ന് പറയുമല്ലോ, ഈ കുട്ടിക്കളികൾ പോലെ ചെയ്തൊരു കാര്യമാണ്. അതിലൊരു നിയമപരിപാലനത്തിൻ്റെ സന്ദേശമുണ്ട്. അതാണ് അതിനെക്കുറിച്ച് പറഞ്ഞാൽ വേദത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ ചീരഹരണത്തെക്കുറിച്ച് വേദത്തിലുണ്ട്. അതിൽ പറഞ്ഞിരിക്കുന്നത് അഥർവവേദത്തിൽ ഇങ്ങനൊരു കാര്യമുണ്ട്. യസ്യ ദേവാസഹ പ്രഥമം വാസ്യം ഹരാമസ്തം ത്വാ വിശ്വേ അവന്തു ദേവാഹ. അവിടെ ആ കഥയിൽ പറയുന്നത്, ഈ കഥാഭാഗം ഭാഗവതത്തിൽ നോക്കുക. ഭാഗവതത്തിലെ ദശമസ്കന്ധത്തിലാണ് വരുന്നത്. ദശമസ്കന്ധത്തിലെ ആദ്യ ഭാഗത്ത് എനിക്ക് തോന്നുന്നു 20 അധ്യായം 22ാമത്തെ അധ്യായത്തിൽ ആ ഭാഗത്താണ് വരുന്നത്. അപ്പോൾ അവിടെ ഈ വേദത്തിൽ പറഞ്ഞ അഥർവവേദത്തിൽ പറയുന്നത് കാത്യായനി വ്രതം എന്നൊരു വ്രതമുണ്ട്. കാത്യായനി വ്രതം. ഈ കാത്യായനി വ്രതം അനുഷ്ഠിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ കന്യകമാര് നല്ല ഭർത്താക്കന്മാരെ കിട്ടാൻ വേണ്ടിയിട്ട് കാത്യായനി വ്രതം എന്നൊരു വ്രതം പണ്ട് അനുഷ്ഠിച്ചിരുന്നു. അപ്പം അങ്ങനെ വൃന്ദാവനത്തിലൊക്കെ അല്ലെങ്കിൽ ഇപ്പോൾ നോർത്തിലൊക്കെ ഇപ്പോഴും അങ്ങനെ ചെയ്യുന്നുണ്ട്. വൃന്ദാവനത്തിൽ കാത്യായനി ദേവി ക്ഷേത്രമുണ്ട്. അവിടെ ആൾക്കാർ പോയിട്ടൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ കാത്യായനി വ്രതത്തിൻ്റെ നിയമപ്രകാരം അവർ രാവിലെ എഴുച്ച് നിയമം അനുഷ്ഠിക്കുന്നു. അനുഷ്ഠിച്ച് കഴിഞ്ഞ് ചില പൂജകളൊക്കെ ചെയ്യുന്നു. ആ പൂജയുടെ പ്രസാദം ഭക്ഷിക്കുന്നു. എന്നിട്ട് യമുനയിൽ പോയി നീരാടുന്നു. ഇങ്ങനെ ഒരു ക്രിയയാണ് ഉള്ളത്. അതിലെ നിയമപ്രകാരം അതല്ല, സാമാന്യ നിയമമാണ്. എവിടെയും നമ്മൾ നദികളിലോ കുളങ്ങളിലോ കുളിക്കുമ്പോൾ നിസ്വസ്ത്രമായിട്ട് കുളിക്കാൻ പാടില്ല. നിർവസ്ത്രമായിട്ട് കുളിച്ചാൽ അത് പാപമാണ് എന്ന് പറയുന്നു. അതിന് കാരണം എന്താണ്? അപ്സുവൈ വരുണഃ, ജലത്തിൻ്റെ അധിഷ്ഠാന ദേവതയായ വരുണദേവൻ അവിടെയുണ്ട്. അനൃതേ ഖലു വൈ ക്രിയമാണേ വരുണോ ഗൃഹ്ണാതി എന്ന് തൈത്തരീയ സംഹിത പറയുന്നു. അതായത് ജലത്തിലെ ജലദേവതയായ വരുണദേവതയുണ്ട്. അനൃതേ, അതായത് നഗ്നരായിട്ട് വസ്ത്രധാരണമില്ലാതെ ആ ജലത്തിലിറങ്ങി കുളിച്ചാൽ വരുണദേവൻ അവരെ പിടിക്കും, എന്നാൽ അവരെ ആക്രമിക്കും എന്നർത്ഥം. അത് പാപമാണ് എന്ന് കാണിക്കാനാണ് വേദം ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ചെയ്യരുത്. അപ്പോൾ അതാണ് നിയമം. അത് വേദത്തിലുള്ള നിയമമാണ്. അത് ഓരോ വ്രതങ്ങളും മറ്റും അനുഷ്ഠിക്കുമ്പോൾ, നിത്യകർമ്മങ്ങൾ അനുഷ്ഠിക്കുമ്പോൾ തീർച്ചയായിട്ടും വസ്ത്രം ഇട്ടുകൊണ്ട് തന്നെ, അടിവസ്ത്രം എടുത്തുകൊണ്ട് തന്നെയാണ് ജലത്തിലിറങ്ങി കുളിക്കേണ്ടത്. എല്ലാ സ്ഥലത്തും അങ്ങനെയാണ് പറയുന്നത്. കാരണം എന്താണ്? വരുണദേവൻ അവിടെ ഉണ്ട് എന്നുള്ളതുകൊണ്ട്. അതാണ് നിയമം. അപ്പോൾ ഈ കുട്ടികൾ എന്താ ചെയ്തത്? ഈ കുട്ടികൾ കാത്യായനി വ്രതം ചെയ്യുന്നവരായിരുന്നു. രാവിലെ എഴിച്ച് രാവിലത്തെ നിഷ്ഠകളൊക്കെ കഴിഞ്ഞ് ആ ചെയ്യേണ്ട ഇതൊക്കെ കഴിഞ്ഞ് ഹവിസ് ഭുജിച്ചു. അതൊക്കെ നിങ്ങൾക്ക് അവിടെ ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ കാണാം. ഞാൻ അതിലൊന്നും പോകുന്നില്ല, സമയം നമ്മളെ കഴിഞ്ഞതുകൊണ്ട് ഈ സൂചന മാത്രം പറയാം. അപ്പോൾ അത് ഭുജിച്ചിട്ട് അവർ അതിൻ്റെ ഭാഗമായിട്ട് വന്ന് കുളിക്കുകയായിരുന്നു. അപ്പോൾ ചെയ്യേണ്ടിയിരുന്നത് വസ്ത്രധാരണത്തോടു കൂടിയാണ് കുളിക്കേണ്ടിയിരുന്നത്. സവസ്ത്രം കുളിക്കണമായിരുന്നു. ഇവിടെ എന്താ ചെയ്തത്? നിർവസ്ത്രരായിട്ട് കുളിക്കാനിറങ്ങി. അതുകൊണ്ട് സംഭവിച്ചത് എന്താണ്? സംഭവിക്കാൻ പോകുന്നത് എന്താണ്? അവർക്ക് ഫലം കിട്ടില്ല. അത് പാപമാകും, അത് ദോഷമാകും. അപ്പം അതിൻ്റെ പ്രായശ്ചിത്തമായിട്ടാണ്, അങ്ങനെ ഒരു തെറ്റ് വരാതിരിക്കാനാണ് ഈ ഭഗവാൻ അത് കണ്ടിട്ട് അവരെ അത് പഠിപ്പിച്ചു കൊടുക്കാനാണ് ഈ ലീല ആടികൾ. ഒരു കാര്യം. മറ്റൊരു കാര്യം, അവിടെ തന്നെ അവർ പറയുന്നത് എന്താണ്?
അവരുടെ പ്രാർത്ഥന എന്തായിരുന്നു നോക്കൂ. എന്തിനാണ് ഇവർ കാർത്യായന വ്രതം ചെയ്തത്? നന്ദഗോപസുതം ദേവി പതിമേ കുരുതേ നമഃ എന്നാണ് അവിടെ മന്ത്രം പറയുന്നത്, 4ാമത്തെ ശ്ലോകം. അതായത് നന്ദഗോപകുമാരനായിട്ടുള്ള ഈ ശ്രീകൃഷ്ണൻ തന്നെ നമുക്ക് ഭർത്താവായിട്ട് ലഭിക്കണമെന്ന് എല്ലാവരും കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇപ്പോൾ ഒരാൾക്ക് സാധാരണ രീതിയിൽ കിട്ടാൻ സാധ്യതയുള്ളൂ, പക്ഷേ എല്ലാവരും ബൈ ചാൻസ് എന്നുള്ള രീതിയിൽ നോക്കുകയാണ്. അപ്പം അങ്ങനെ ആ കുട്ടികൾ, ആ കന്യകമാർ അങ്ങനെ പ്രാർത്ഥിക്കുന്നതാണ് കഥ. അപ്പം അങ്ങനെ ഒരു റെസ്പോൺസിബിലിറ്റിയും ശ്രീകൃഷ്ണന് വന്നു. കാരണം ശ്രീകൃഷ്ണനെ ഭക്താവായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ പ്രാർത്ഥിക്കുന്നത്. അങ്ങനെയുള്ളൊരു ബന്ധം, ഒരു പരിചയവും അവിടെ വന്നു. അതുകൊണ്ട് കൃഷ്ണൻ ആലോചിച്ചപ്പോൾ ഇത് വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. കാരണം ഇവരിത് തെറ്റ് ചെയ്തു പോയാൽ അവർക്കൊക്കെ അബദ്ധം പറ്റും, അത് അവർ ചെയ്യുന്ന കർമ്മം നിഷ്ഫലമായി പോകും. അങ്ങനെ പോകാതിരിക്കട്ടെ എന്ന് കരുതി കരുണാമയനായ, അവിടെ കരുണാമയൻ എന്ന് തന്നെ ശബ്ദം ഭാഗവതത്തിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ആ കരുണാമയനായിട്ടുള്ള ഭഗവാൻ അവരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അവിടെ പോയി ഇങ്ങനൊരു കുട്ടിക്കളി നടത്തി. കുട്ടിക്കളി നടത്തുന്ന കുട്ടികൾ ചെയ്യുന്ന കളികളൊക്കെ ഇങ്ങനെയൊക്കെ ഉണ്ട്. നമ്മളൊക്കെ പലതും ഇതേപോലെയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മളൊക്കെ ഓരോന്നും ചെയ്ത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിലും വലിയ കഷ്ടപ്പാടുകളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കഥയാണ് അവിടെ പറയുന്നത്. ഇനി ആ സമയത്ത് ഈ ക്ഷീരഹരണം നടക്കുന്ന സമയത്ത് ഭഗവാന്റെ പ്രായം എത്രയാണെന്ന് കൂടി നോക്കണം. ആ കുട്ടികളുടെയും ഭഗവാന്റെ ഒക്കെ പ്രായം. ഭഗവാന്റെ പ്രായം 6 വയസ്സും 3 മാസവുമാണ്. ഒന്ന് ആലോചിക്കാം, 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടി 6 വയസ്സും 3 മാസവുമാണ് അവിടുത്തെ പ്രായം. കാരണം എന്താണ്? അതിനുശേഷം 9 മാസം കഴിഞ്ഞാണ് ഗോവർദ്ധനധാരണേ ക്വസപ്തഹായനോ ബാലഹ എന്ന് ഗോവർദ്ധനധാരണ കഥ അതിനുശേഷമാണ് വരുന്നത്. അവിടെ സപ്തഹായനൻ 7 വയസ്സായ ആൾ എന്ന് പറയുന്നുണ്ട്. അപ്പം അതിനു മുമ്പാണ് ഈ കഥ നടന്നിട്ടുള്ളത്. അപ്പം അതിനു മുമ്പുള്ള സമയം നോക്കുക, അതിനു മുമ്പുള്ള മുഹൂർത്തം. ഇവിടെ ഈ തുടങ്ങുന്നത് തന്നെ ഹേമന്തേ എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത് ഭാഗവതം പഠിക്കേണ്ട രീതി. അവിടെ പറയുന്ന ഓരോ വാക്കുകളും, ഞാൻ നേരത്തെ പറഞ്ഞു വേദത്തിലെ ഒരു വാക്ക് പോലും വ്യർത്ഥമല്ല എന്ന് വേദവിത്തുക്കളായിട്ടുള്ള മഹാത്മാക്കൾ പറയുന്നുണ്ട്, അവരുടെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഭാഗവതത്തിലെ ഒരു വാക്ക് പോലും വ്യർത്ഥമല്ല. നിങ്ങൾ ഒരു വാക്ക് മിസ് ചെയ്താൽ അതിലുള്ള ആശയം മിസ് ചെയ്യും. ഈ അധ്യായം തുടങ്ങുന്നത് തന്നെ ഹേമന്തേ എന്ന് പറഞ്ഞിട്ടാണ്, ഹേമന്ത ഋതു. അപ്പോൾ 7 വയസ്സിലാണ് ഗോവർദ്ധനം ഉയർത്തുന്നത്. ഗോവർദ്ധനം ഉയർത്തുന്ന സമയത്ത് ആ സമയം നോക്കുക, ഹേമന്ത ഋതു നോക്കുക. ഇതെല്ലാം കൂടെ വെച്ച് കണക്ക് കൂട്ടി നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം ഈ 6 വയസ്സ് എന്നുള്ള പ്രായം കിട്ടും. ആ സമയത്ത് 6 വയസ്സ് 3 മാസം എന്നുള്ളൊരു പ്രായം കിട്ടും. അതാണ് അദ്ദേഹത്തിൻ്റെ പ്രായം ആ സമയത്ത്. അപ്പോൾ കുട്ടികളുടെ പ്രായവും അതുമാതിരി അതോടടുപ്പിച്ച പ്രായമാണ് എന്ന് കരുതുക. ആ പ്രായത്തിലാണ് ഈ കളി മുഴുവൻ നടന്നത്. ഒരു 5 വയസ്സിനും 8 വയസ്സിനും ഇടയ്ക്കിലുള്ള കുട്ടികളായിരുന്നു, കൊച്ചു കുട്ടികൾ, കളിപ്രായം. അതൊരു കളിയാണ് അവിടെ നടന്നിട്ടുള്ളത്. അതിനും ഒരു പൂർവ്വചരിത്രമുണ്ട്, അതിനും ഒരു വേദ പ്രമാണമുണ്ട്. ആ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വേദവ്യാസൻ അങ്ങനൊരു കഥ, രസകരമായൊരു കഥ അവിടെ രചിച്ചത്. അതുകൊണ്ടാണ് ആ കഥയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ആനന്ദമുണ്ടാകുന്നത്, അമ്മമാർക്കും എല്ലാവർക്കും ആനന്ദമുണ്ടാകും. ഇങ്ങനെയൊക്കെ ഭഗവാൻ ലീലകൾ ചെയ്തുവല്ലോ എന്ന് നമ്മൾ കേട്ട് രസിക്കും, ചിരിക്കും. ഇത്രയാണ് വേദവ്യാസൻ ആ കഥ അവിടെ പ്രകടിപ്പിക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, നിങ്ങൾ ഭഗവാനിലേക്ക് ആകൃഷ്ടരാകട്ടെ എന്ന്. അപ്പം ഇങ്ങനെ 2-3 സൂചനകൾ ഞാൻ പറഞ്ഞു. ഇനി നേരത്തെ പറഞ്ഞതുപോലെ ഇനിയും പല ഭാഗങ്ങളുണ്ട്. ഇപ്പോൾ വാമനാവതാരത്തിൻ്റെ കഥ, വാമന അവതാരത്തെക്കുറിച്ച് ഞാൻ വളരെ വിശദമായിട്ട്, അതായത് വാമനനാണോ അഥവാ മഹാബലിയാണോ, ആരാണ് ഓണത്തിൽ പൂജിക്കേണ്ടത് എന്നൊരു വിവാദം കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്, എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ ഒരാൾ ആര്യനാണ്, മറ്റൊരാൾ ദ്രവിഡനാണ് എന്നൊരു വിവാദം നടക്കുന്നുണ്ട്. വാമനൻ ആര്യനായതുകൊണ്ട് എല്ലാവരും വാമനനെ പൂജിക്കണമെന്ന് പറയുന്നു ആര്യവർഗക്കാർ. ദ്രവിഡ വർഗക്കാർ മഹാബലിയെ ദ്രവിഡനാക്കി, അസുരൻ എന്ന് പറഞ്ഞാൽ ദ്രവിഡൻ എന്ന് എങ്ങനെയോ ഒരു കൊണ്ടുവന്നു, എന്താ അറിയില്ല. എന്തായാലും അങ്ങനെയൊക്കെ ആക്കിയിട്ടുള്ള വിവാദങ്ങളുണ്ട്. അതിനെക്കുറിച്ച് വളരെ വിശദമായിട്ട് ഞാൻ ഏകദേശം ഒരു 13ഓളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കഥയും, ഇവർ ഒരച്ഛനമ്മ മക്കളാണ്, ഒരച്ഛൻ മക്കളാണ്, 2 അമ്മ മക്കളാണ്. ശരിക്കും വാമനനും മഹാബലിയും ഒരേ കുടുംബത്തിൽ പറഞ്ഞവരാണ്. അവിടെ ആര്യമെന്നോ ദ്രവിഡമെന്നോ വിഭാഗമില്ല
ഇത് വെറും കെട്ടുകഥയാണ്. ഇത് പാശ്ചാത്യരുണ്ടാക്കിയ ഒരു വിഭാഗീയ കഥയാണ്. നമ്മുടെ പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും എവിടെയും ഈ ആര്യ ദ്രവിഡ വിഭാഗത്തിൻ്റെ ഈ പറയുന്ന ഭേദങ്ങൾ പറഞ്ഞിട്ടേയില്ല. മഹാഭാരതത്തിൽ നോക്കിയാൽ മഹാഭാരതത്തിൽ അവിടെ യുധിഷ്ഠിരൻ്റെ രാജസൂയം നടക്കുമ്പോൾ ക്ഷണിച്ചവരാരൊക്കെ എന്ന് പറയുന്നുണ്ട്. ഏതൊക്കെ രാജാക്കന്മാരെ ക്ഷണിച്ചു എന്ന് പറയുന്നുണ്ട്. അതിൽ നമ്മളെ ഇവിടുന്ന് ചോള രാജാക്കന്മാരും കേരളത്തിൽ നിന്ന് പോയവരുണ്ട്, തമിഴ്നാട്ടിൽ നിന്ന് പോയവരുണ്ട്. അവരുടെ ഒക്കെ കഥ പറയുന്നുണ്ട്. ഈ കേരളത്തിൽ തമിഴ്നാട്ടിൽ നിന്നൊക്കെ പോയവരെന്താണ് യുദ്ധത്തിൽ ചെയ്തതെന്നല്ലേ നിങ്ങൾ കേട്ടിട്ടുണ്ട്? എന്താ അവർ ചെയ്തത്? എന്താ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഈ കേരളത്തിൽ നിന്നും ഇവിടുന്നൊക്കെ പോയവർ ചെയ്തത്, അവർ യുദ്ധത്തിൽ പങ്കെടുത്തില്ല. കാരണം എന്താണ്? ഈ രണ്ട് പക്ഷക്കാരും ഇവർക്ക് വേണ്ടപ്പെട്ടതായിരുന്നു. ഇപ്പോഴും നമ്മുടെ ഭാരതീയ നീതി അങ്ങനെയാണല്ലോ. എവിടെ യുദ്ധം ഉണ്ടെങ്കിൽ നമ്മൾ രണ്ട് പക്ഷത്തും ചേരുന്നില്ല എന്നുള്ള കൂട്ടതന്ത്രമാണ് നടത്തുന്നത്. അതുപോലെയായിരുന്നു അന്നും. അപ്പോൾ എന്താ അവിടെ പോയിട്ട് ചെയ്തതെന്ന് ചോദിച്ചാൽ അവർ പറഞ്ഞു, ഒരു കാര്യം നമുക്കിവിടെ ഏറ്റവും വലിയൊരു കാര്യം ചെയ്യാനുണ്ട്. എന്താ? ഇത്രയും ലക്ഷക്കണക്കിന് സൈനികന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ കേരളത്തിൽ നിന്ന് പോയ രാജാക്കന്മാരുടെ സൈന്യവും ആൾക്കാരും, അതുപോലെ തമിഴ്നാട്ടിലും പറയുന്നുണ്ട്, അന്ന് കേരളവും തമിഴ്നാടും വേറെ ആയിരുന്നില്ലല്ലോ, ഒരുപോലെ ആയിരുന്നു ഏകദേശം. അപ്പോൾ അങ്ങനെ ആയിരുന്ന അവർ പോയിട്ട് അവിടെ ചെയ്തത്, അവർ കുക്ക് ചെയ്ത് ഇവർക്ക് കൊടുക്കുകയാണ് ചെയ്തത്, പാചകം ചെയ്തു കൊടുത്തു. അതുകൊണ്ടാണ് മഹാഭാരത യുദ്ധത്തിലെ കേരളത്തിലെ രാജാക്കന്മാരാരും യുദ്ധം ചെയ്തതായിട്ടോ അവർ മരിച്ചതായിട്ടോ എന്നും മഹാഭാരത കഥയിൽ വരാത്തത്. കാരണം അവർ വേറെ ഡ്യൂട്ടി ഏറ്റെടുത്തു, രണ്ട് പക്ഷക്കാർക്കും ഭക്ഷണം കൊടുത്തു എന്നുള്ളതാണ്. അതൊരു വലിയ സംഭവമാണ്. ഇത് തെളിയിക്കപ്പെട്ടാൽ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അഭിമാനം എത്രയോ ഉയരും. കാരണം ഇത്രയും വലിയൊരു സംഭവത്തിന് ഭക്ഷണം കൊടുക്കുക. ഇപ്പോൾ ഇവിടെ തന്നെ സത്രം നടക്കുമ്പോൾ ഭക്ഷണം ഉണ്ടാക്കാനും വ്യവസ്ഥ ചെയ്യാനും ഇവരൊക്കെ എത്രയാണ് കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഇത്രയും അക്ഷൗണി പടയ്ക്ക് ഭക്ഷണം കൊടുക്കുക, രാവിലെയും വൈകുന്നേരവും രാത്രിയും ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് വെള്ളമൊക്കെ കൊടുക്കുക എന്ന് പറഞ്ഞാൽ, വെള്ളം കൊടുക്കുക തന്നെ എത്ര വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അത് ചെയ്തത് നമ്മളുടെ പക്ഷക്കാരാണെന്നാണ് പറയപ്പെടുന്നത്. അങ്ങനെ കൃത്യമായിട്ടും അവർ തമ്മിലുള്ള റിലേഷൻ അവിടെ ഉണ്ടായിരുന്നു. അവിടെ അങ്ങനെ ഒരു ഭേദം ഉണ്ടായിരുന്നെങ്കിൽ ഒരിക്കലും ഇവരെ ക്ഷണിക്കില്ലായിരുന്നു. ദശരഥൻ്റെ കാലത്ത് ദശരഥൻ യജ്ഞം ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ക്ഷണിച്ചവരുടെ കഥ രാമായണത്തിലും പറയുന്നുണ്ട്. അതിൽ കേരളീയരെന്ന് കേരള ശബ്ദം തന്നെ പ്രയോഗിക്കുന്നു. കുറേ പേര് പറയുന്നുണ്ട് കേരള ശബ്ദമൊക്കെ പിന്നെ ഉണ്ടായതാണെന്ന്. അതൊക്കെ തെറ്റാണ്. നമ്മളെ സ്കൂളിലൊക്കെ അങ്ങനെയാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അതെല്ലാം തെറ്റാണ്. ഈ കേരള ശബ്ദം മഹാഭാരതത്തിലുണ്ട്, രാമായണത്തിലുണ്ട്. ഈ ശബ്ദം അങ്ങനെ തന്നെ പ്രയോഗിച്ചിട്ടുണ്ട്. മഹാഭാരതത്തിൽ കുറഞ്ഞ പക്ഷേ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രമാണങ്ങളനുസരിച്ച് 4 സ്ഥലത്ത് കേരള ശബ്ദം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ കേരള ശബ്ദം പിന്നെ ഉണ്ടായതൊന്നുമല്ല, അതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു. അതിനൊക്കെ കാരണമുണ്ടായിരുന്നു. അതുകൊണ്ട് ഈ വിഭാഗീയതയൊക്കെ ഇവരുടെ രാഷ്ട്രീയ തന്ത്രങ്ങളാണ്. പരസ്പരം ഭേദം സൃഷ്ടിക്കാനുള്ള പരിപാടിയാണ്. നോർത്തിൽ നിന്ന് സൗത്തിനെ കട്ട് ചെയ്ത് മാറ്റാനുള്ള, അതിനെ മാറ്റി നിർത്തി അവരുടെ കുതന്ത്രങ്ങൾ പ്രയോഗിക്കാനുള്ള പ്രയോഗമാണ്. ഇതിനെന്തെങ്കിലും വേറെ തെളിവുണ്ടെങ്കിൽ ആർക്കാൾ കൊണ്ടുവരട്ടെ, അത് നമുക്ക് ചാലഞ്ച് ചെയ്യാവുന്നതാണ്. ഒരിക്കലും അങ്ങനൊരു സംഗതിയെ നമ്മുടെ പുരാണങ്ങളിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ എഴുതിയ കഥകൾ, അതായത് ഒരു 100 വർഷം മുമ്പ് എഴുതിയതെന്ന് വെച്ചോളൂ, അതിനുമായിട്ടുള്ള പുസ്തകങ്ങളിൽ മുഴുവൻ ഇതുണ്ട്. കാരണം എന്താണ്? ഇത് വിദേശികർ കൊണ്ടുവന്ന ഒരു നയമാണ്. ഇവരെങ്ങനെ വിഭജിച്ച് നിർത്താം, കറുത്തതെന്നും വെളുത്തതെന്നും അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വിഭജിച്ചു. നമ്മുടെ ഇവിടെ നാട്ടിലെ എല്ലാ വർഗ്ഗക്കാരും, കറുത്തവരും വെളുത്തവരും എല്ലാവരും ഉണ്ട്. വെളുത്തവരാണ് ബ്രാഹ്മണർ, കറുത്തവരാണ് പിന്നെ മറ്റേ ജാതിക്കാർ, അങ്ങനെയൊന്നുമില്ല. ബ്രാഹ്മണരിലും കറുത്തവരുണ്ട്, മറ്റേ ജാതിക്കാരിലും വെളുത്തവരുണ്ട്. എങ്ങനെയാണ് ഈ കറുത്ത വെളുത്ത വിഭാഗമൊക്കെ കൊണ്ടുവരിക? എവിടെയാണ് അത് സാധിക്കുക? അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ ധർമ്മത്തിൻ്റെ രീതിയിൽ ചിന്തിക്കുമ്പോൾ ആ സച്ചിദാനന്ദ സ്വരൂപത്തിൽ നിന്ന് തുടങ്ങി വേദത്തിലൂടെ കടന്ന് വേദത്തിലൂടെ വന്ന് ഈ തരത്തിലുള്ള വിഭാഗീയത വന്ന് ഈ ഭാഗവതം പോലുള്ള മഹാപുരാണങ്ങളുടെ കഥകളിൽ വളരെ രസകരമായിട്ട് വന്നു നിൽക്കുന്ന ആ ഭഗവാന്റെ ആവിർഭാവം, ഭഗവാന്റെ പ്രാകട്യം, അതിനെ സ്മരിച്ചുകൊണ്ട് നമസ്കരിച്ചുകൊണ്ട് ഈ വിഷയത്തിൻ്റെ തത്വപ്രഭാഷണം ഇവിടെ അവസാനിപ്പിക്കുന്നു. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തദോ ജയമുദീരയേ. നാരായണ.